ഹായ് ഓൾ, എല്ലാ കൂട്ടർക്കും എല്ലാ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ ആ ഒരു ചാപ്റ്റർ പഠിച്ചപ്പോൾ തന്നെ അതിനകത്ത് കുറച്ച് അധികം കണ്ടൻറ്റുകൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മെൻറ്റേലിയൻ ഇൻഹെറിറ്റൻസ്, നോൺ മെൻറ്റേൽ ഇൻഹെറിറ്റൻസ്, പിന്നെ അതോടൊപ്പം തന്നെ സെക്സ് ഡിറ്റർമിനേഷൻ ടോപ്പിക്സ് ഒക്കെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു രണ്ട് കണ്ടൻറ്റാണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തേത് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസും രണ്ടാമത്തേത് ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ എന്ന് പറയുന്ന ഈ രണ്ട് ടോപ്പിക്കുകൾ. പൊതുവേ ഈ ടോപ്പിക്കുകൾ കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുന്ന ടോപ്പിക്സ് ആണ്. പക്ഷേ എളുപ്പമാണ് കേട്ടോ, മനസ്സിലാക്കാൻ എളുപ്പമാണ്. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് പഠിച്ചേക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് എന്താണെന്നറിയോ? ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, അപ്പോൾ എന്താണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് നോക്കാം. അപ്പോൾ ആ ഒരു തിയറി പറയുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയേക്കുന്നതെന്ന് നോക്കി. വൈ ഡിഡ് മെൻഡൽസ് വർക്ക് റിമൈൻ അൺറെക്കഗ്നൈസ്ഡ്? അതായത് മെൻഡൽ എന്ത് ചെയ്തു? ഈ പറയുന്ന പൈസം ചട്ടൈവത്തിനകത്ത് എക്സ്പെരിമെൻ്റ് ചെയ്തു. അതായത് ഗാർഡൻ പീയിൽ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തു. അദ്ദേഹം ഈ മോണോ ഹൈബ്രിഡ് റോസ്, ഡൈ ഹൈബ്രിഡ് റോസ്, അങ്ങനെ പല കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷേ അന്നത്തെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന വർക്ക് അത്രത്തോളം എന്തായിരുന്നു, റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം? ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കുറച്ച് റീസൺസ് ഉണ്ട്. അപ്പോൾ അതെന്താണ് ആ റീസൺ എന്നൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അന്നത്തെ കാലത്ത് കമ്മ്യൂണിക്കേഷൻ അത്രത്തോളം ഈസിയർ ആയിരുന്നില്ല, അതൊരു റീസൺ ആയിരുന്നു. ഓക്കെ, അപ്പോൾ മെൻഡലിൻ്റെ വർക്ക് അത്രത്തോളം റെക്കഗ്നൈസ്ഡ് ആയിരുന്നില്ല. അദ്ദേഹം ഈ എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ അത്രത്തോളം അതെന്ത് ചെയ്തില്ല, റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെന്താണ് അതിനുള്ള പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് ചോദിച്ചാൽ കമ്മ്യൂണിക്കേഷൻ അന്നത്തെ കാലത്ത് അത്രത്തോളം ഈസിയർ ആയിരുന്നില്ല. ഓക്കെ, അത് മാത്രമല്ല നമുക്കറിയാം മെൻഡലിൻ്റെ ആ ഒരു ഇൻ്റർപ്രിട്ടേഷൻ, അതായത് അദ്ദേഹം കണ്ടുപിടിച്ച കാര്യങ്ങൾ എന്നൊക്കെ പറയും മാത്തമെറ്റിക്കലി അദ്ദേഹം എന്ത് ചെയ്തിരുന്നു, ഇൻ്റർപ്രിറ്റ് ചെയ്തിരുന്നു അല്ലേ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ മെൻഡൽ കണ്ടുപിടിച്ച കോൺസെപ്റ്റ്സ് ഒക്കെ അദ്ദേഹം ഇപ്പോൾ റേഷ്യോ പരമായിട്ടും, ഇപ്പോൾ ഫിനോട്ടിപ്പിക് റേഷ്യോ, ജീനോട്ടിപ്പിക് റേഷ്യോ, അങ്ങനെ പല മാതിരിയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അതായത് ബയോളജിക്കകത്തേക്ക് അദ്ദേഹം എന്ത് ചെയ്തു, മാത്തമെറ്റിക്കൽ കോൺസെപ്റ്റ്സ് എന്ത് ചെയ്തു, ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തിയറീസ് അല്ലെങ്കിൽ അദ്ദേഹം കണ്ടുപിടിച്ച കോൺസെപ്റ്റ്സ് ഒക്കെ അവതരിപ്പിച്ചത് അല്ലേ. അതൊരു പുതിയതായിട്ടുള്ള ഒരു നയമായിരുന്നു അല്ല. ബയോളജിക്കൽ ഫീൽഡിൽ ഒരു ബയോളജിക്കൽ കോൺസെപ്റ്റ് മാത്തമാറ്റിക്സിൻ്റെ സഹായത്തോടു കൂടി അവതരിപ്പിക്കുകയായിരുന്നു ആര് ചെയ്തത്, നമ്മുടെ മെൻഡൽ ചെയ്തത്. ഓക്കെ, ഹിസ് മാത്തമെറ്റിക്കൽ അപ്രോച്ച് വാസ് ന്യൂ ആൻഡ് അൺഅക്സെപ്റ്റബിൾ. അപ്പോൾ ഈ ഒരു മാത്തമെറ്റിക്കൽ അപ്രോച്ച് ബയോളജി ഫീൽഡിലേക്ക് അദ്ദേഹം മാത്സിനെ അപ്ലൈ ചെയ്തതല്ലേ, അതെന്ന് പറയുന്ന ഒരു പുതിയൊരു നയമായിരുന്നു. അതുമാത്രമായിരുന്നില്ല, ഈ ഒരു സംഗതി അക്സെപ്റ്റ് ചെയ്യാൻ അന്നത്തെ കാലത്ത് ബുദ്ധിമുട്ടാണ്. കാര്യം പുതിയതായിട്ടൊരു സംഗതി വരുമ്പോൾ അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തെടുക്കാൻ ആൾക്കാരിലേക്ക് അല്ലെങ്കിൽ എത്തിപ്പെടാൻ അത് കുറച്ചധികം സമയമെടുക്കും. മനസ്സിലാക്കിയെടുക്കാൻ ആൾക്കാർക്ക് കുറച്ചധികം സമയമെടുത്തിരുന്നു. അപ്പോൾ അത് അൺഅക്സെപ്റ്റബിളായിട്ട് മാറി. ഓക്കെ, അതൊരു ഒരു റീസണായി മാറി. അതായത് മെൻഡലിൻ്റെ വർക്ക് എന്തുകൊണ്ടാണ് റെക്കഗ്നൈസ് ചെയ്യപ്പെടാഞ്ഞത് എന്ന് ചോദിച്ചാൽ അത് ഒരു റീസൺ എന്തായിരുന്നു, അന്നത്തെ കാലത്ത് കമ്മ്യൂണിക്കേഷൻ കുറച്ചധികം പുവറാണെന്ന് പറയും. ഇന്നത്തെ കാലത്ത് എന്തെങ്കിലുമൊക്കെ ആൾക്കാർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമ്മൾ അറിയത്തില്ലേ, അതുപോലെയായിരുന്നു പണ്ട് കാലത്ത് അല്ലേ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ അത്രത്തോളം ഈസിയർ ആയിരുന്നില്ല പണ്ട് കാലത്ത്. അതായത് മെൻഡലിൻ്റെ ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ പറയണേ. അതിനുശേഷം പിന്നെ എന്താ പറഞ്ഞേ, മെൻഡൽ മാത്തമെറ്റിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്തിരുന്നു. ആ ഒരു മാത്തമെറ്റിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ബയോളജി ഫീൽഡിൽ പുതിയതായിരുന്നു, അത് അൺഅക്സെപ്റ്റബിൾ ആയിരുന്നു, അത് പുതിയൊരു പ്രോബ്ലം ആയിരുന്നു, റീസൺ ആയിരുന്നു. അടുത്ത നോക്കുക, ദ കൺസെപ്റ്റ് ഓഫ് ഫാക്ടേഴ്സ് ആസ് സ്റ്റേബിൾ ആൻഡ് ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ കണ്ടിന്യൂസ് വേരിയേഷൻ. അതായത് ഇവിടെ നോക്കിക്കേ, ഈ പറഞ്ഞ ഫാക്ടേഴ്സിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഫാക്ടേഴ്സ് സ്റ്റേബിളാണ്, ഡിസ്ക്രീറ്റ് യൂണിറ്റുകളാണെന്നൊക്കെ ആര് പറഞ്ഞു, നമ്മുടെ മെൻഡൽ പറഞ്ഞു എങ്കിൽ കൂടിയും പക്ഷേ എന്തിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തില്ല, കണ്ടിന്യൂസ് വേരിയേഷൻ, വ്യതിയാനങ്ങൾക്ക് വിധേയമാകുന്നു എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചൊന്നും ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നമ്മുടെ മെൻഡൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫാക്ടറിനെ കുറിച്ചൊക്കെ സംസാരിച്ചു, പക്ഷേ അവിടെ നടക്കുന്ന വേരിയേഷനെ കുറിച്ചോ വ്യതിയാനങ്ങളെക്കുറിച്ചോ ഒന്നും ആര് എക്സ്പ്ലെയിൻ ചെയ്തില്ല, നമ്മുടെ മെൻഡൽ പറഞ്ഞിട്ടുണ്ടായില്ല. ജസ്റ്റ് ഫാക്ടർ എന്താണ് അല്ലെങ്കിൽ ഫാക്ടർ ഇതാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രമാണ് ആര് സംസാരിച്ചത്, നമ്മുടെ മെൻഡൽ സംസാരിച്ചത്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് നോക്കുക. ഹി കുഡ് നോട്ട് ഗിവ് ഫിസിക്കൽ പ്രൂഫ് ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ഫാക്ടേഴ്സ്. ഫാക്ടർ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നതല്ലാതെ ഫാക്ടർ എന്താണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൂഫ് തരാനായിട്ട്, ഒരു തെളിവ് തരാനായിട്ട് ആർക്ക് സാധിച്ചിരുന്നില്ല, നമ്മുടെ മെൻഡലിന് സാധിച്ചില്ല. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കാരണത്താൽ ആണ് മെൻഡലിൻ്റെ വർക്ക് എന്ത് ചെയ്തു പോയത്, റെക്കഗ്നൈസ് ചെയ്യപ്പെടാതെ പോയത്.
ഓക്കെ, അപ്പോൾ നമ്മൾ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് പഠിക്കുന്നതിന് മുമ്പ് ഈ കുറച്ച് കോൺസെപ്റ്റ്സ് കൂടി നിങ്ങളൊന്ന് അറിയുക. കാരണം നമുക്കറിയാം നമ്മൾ NCERT എസെൻഷ്യലിൻ്റെ ക്ലാസ്സിലാണ് ഇരിക്കുന്നത്. അപ്പോൾ NCERT എസെൻഷ്യൽ എന്ന് പറയുമ്പോൾ തന്നെ NCERTക്കകത്തുള്ള എല്ലാ കൺസെപ്റ്റ്സും നിങ്ങൾ വളരെയധികം ക്ലിയർ ആക്കി മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ NCERTക്കകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടന്റ് തന്നെയായിരുന്നു എന്തുകൊണ്ടാണ് മെൻ്റലിൻ്റെ വർക്ക് ഇത്രത്തോളം റെക്കഗ്നൈസ് ചെയ്യപ്പെടാതെ പോയത്. അതിന് പ്രധാനപ്പെട്ട ഒരു 4 റീസൺസ് ആണുള്ളത്. ആ 4 റീസൺസും ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത പോയിന്റിലോട്ട് പോവാം. ഇൻ 1900 the 3 scientists De Vries, Correns and von Schermark independently rediscovered Mendel's results on the inheritance of characters. അതായത് ഈ പറയുന്ന മെൻ്റൽ കണ്ടുപിടിച്ച കുറച്ചധികം കോൺസെപ്റ്റ്സ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ മെൻ്റൽ കണ്ടുപിടിച്ച കുറച്ചധികം കോൺസെപ്റ്റ്സിനെ ഈ പറയുന്ന 3 സയൻറ്റിസ്റ്റുകൾ, കോറൻസ്, ഡി വ്രിസ് ആൻഡ് ഷെർമാർക്ക് എന്നീ പറയുന്ന 3 സയൻറ്റിസ്റ്റുകൾ എന്ത് ചെയ്തു, പിന്നീട് ഒന്നും കൂടി ഒന്ന് ഡിസ്കവർ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഓക്കെ, അതായത് അവർ പിന്നെ എക്സ്പെരിമെൻ്റ് എന്തെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടാവും, അദ്ദേഹം കണ്ടുപിടിച്ചതൊക്കെ ശരിയാണോ, ഇനി ആ ശരിയാണെങ്കിൽ തന്നെയും ഇനി ഇതിന് ചുവട് പിടിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊക്കെ ആര് ചിന്തിച്ച് കാണും. ഈ പറയുന്ന കോറൻസ്, ഡി വ്രിസ്, അതോടൊപ്പം തന്നെ ഷെർമാർക്കൊക്കെ നോക്കിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അവർ ഈ മെൻ്റലിൻ്റെ വർക്കിനെ ഒന്നും കൂടി എന്ത് ചെയ്തു, പുനരാവിഷ്കരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ പിന്നെ അവരെന്ത് ചെയ്തു, ഒന്നുകൂടി ഒന്ന് ചെയ്തു നോക്കിയിട്ടുണ്ടാവാം. എന്തായാലും ഈ മെൻ്റലിൻ്റെ വർക്കുമായി ബന്ധപ്പെടുത്തിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ആര് ശ്രമിച്ചു? 3 സയൻറ്റിസ്റ്റുകൾ ശ്രമിച്ചു. ആരൊക്കെയാണെന്നറിയോ? അവരുടെ പേര് മറക്കല്ലേ. അവരുടെ പേരാണ് ഡി വ്രിസ്, കോറൻസ് ആൻഡ് ഷെർമാർക്ക്. ഓക്കെ ആന്നേ. ഇനി അടുത്ത പോയിന്റ് നോക്കിയാൽ മക്കളെ, ഓൾസോ ബൈ ദിസ് ടൈം ഡ്യൂ ടു അഡ്വാൻസ്മെന്റ് ഇൻ ദ മൈക്രോസ്കോപ്പി ദാറ്റ് വെർ ടേക്കിംഗ് പ്ലേസ് സയൻറ്റിസ്റ്റ് വെർ ഏബിൾ ടു കെയർഫുള്ളി ഒബ്സർവ് സെൽ ഡിവിഷൻ. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മുടെ മൈക്രോസ്കോപ്പിൻ്റെ, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അങ്ങനെയുള്ള മൈക്രോസ്കോപ്പുകളിലേക്ക് കണ്ടുപിടുത്തം ഉണ്ടായത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് വളരെ വ്യക്തമായിട്ട് നമുക്ക് സെല്ലിനകത്ത് നടക്കുന്ന സെൽ ഡിവിഷൻ മനസ്സിലാക്കാനായിട്ട് ഈ സയൻറ്റിസ്റ്റുകൾക്ക് സാധിച്ചു. മക്കളെ, സെൽ ഡിവിഷൻ എന്ന് പറയുമ്പോൾ മൈറ്റോസിസ്, മിയോസിസ്, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടിരിക്കുകയെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ സെൽ ഡിവിഷനൊക്കെ ഇത്രയധികം നമുക്ക് മനസ്സിലാക്കി തന്നത്, നമ്മൾ മനസ്സിലാക്കി എടുത്തത് ഈ പറയുന്ന മൈക്രോസ്കോപ്പുകളുടെ കണ്ടുപിടുത്തത്തിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവന്മാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ സയൻറ്റിസ്റ്റുകൾ നമ്മുടെ മെൻ്റലിൻ്റെ വർക്ക് റീഡിസ്കവർ ചെയ്യാനായിട്ട് തീരുമാനിച്ചില്ലേ. അതേ സമയത്ത് തന്നെ മൈക്രോസ്കോപ്പി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടുപിടിക്കപ്പെടുകയും സെൽ ഡിവിഷൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സയൻറ്റിസ്റ്റുകൾ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. ഓക്കെ ആണേ. This led to the discovery of structures in the nucleus that appear to double and divide just before each cell division. These were called as chromosomes. Chromosomes are colored bodies as they were visualized by staining. അതായത് ഞാൻ പറഞ്ഞ എന്താ, ഇപ്പോൾ ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പുകളൊക്കെ കണ്ടുപിടിക്കപ്പെടുകയുണ്ടായില്ലേ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് സെൽ ഡിവിഷൻ, സെല്ലിൻ്റെ വളരെ വ്യക്തമാർന്ന ഒരു നേച്ചർ, ഇതെല്ലാം സയൻറ്റിസ്റ്റുകൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നമുക്കറിയാം സെല്ലിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിനകത്ത് ക്രോമസോം എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തെ അല്ലെങ്കിൽ ഒരു ഓർഗനല്ലേ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടിനെ ഈ പറയുന്ന സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടിക്കുകയുണ്ടായി. മക്കളെ, ക്രോമസോമുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്ന കളേർഡ് ബോഡീസ് ആണ്. നമ്മൾ സ്റ്റെയിൻ കൊടുത്തു കഴിഞ്ഞാൽ, സ്റ്റെയിൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, കളറിങ് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സ്റ്റെയിൻ എന്ന് പറയുക. അപ്പോൾ നമ്മൾ സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെയിൻ പിടിക്കുന്ന, സ്റ്റെയിൻ അബ്സോർബ് ചെയ്യാൻ പറ്റണ ഒരു കളേർഡ് ബോഡിയെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ക്രോമസോമുകൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ക്രോമസോമുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നറിയോ, ഈ ന്യൂക്ലിയസിനകത്ത് കാണാം. അപ്പോൾ ഈ ന്യൂക്ലിയസിനകത്ത് ക്രോമസോമുകൾ ഉണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റും നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഒക്കെ മനസ്സിലാവാൻ തുടങ്ങി. കാരണം എന്താ, നമ്മൾ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ സെല്ലിനകത്ത്, ന്യൂക്ലിയസിനകത്ത് കളേർഡ് ബോഡീസ് ആയിട്ടുള്ള ക്രോമസോം ഉണ്ട് എന്നുള്ള കണ്ടന്റും നമുക്ക് മനസ്സിലായി. ഓക്കെ ആണേ. അടുത്ത പോയിന്റ് നോക്കുക. By 1902, the chromosome movement during meiosis had been worked out. അപ്പോൾ ഈ ഒരു 1902 ആ ഒരു സമയമൊക്കെ എത്തിയപ്പോഴേക്കും ക്രോമസോം മൂവ്മെൻറ്റ്, മിയോസിസ് എന്ന് പറയുന്ന, അതായത് നമുക്കറിയാം സെൽ ഡിവിഷനകത്ത് തന്നെ നിങ്ങൾ പഠിക്കുന്നതാണ് മൈറ്റോസിസും മിയോസിസും. അപ്പോൾ മിയോസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ്, സെൽ ഡിവിഷൻ നടക്കുന്ന ടൈമിൽ ക്രോമസോം മൂവ്മെൻറ്റ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏകദേശം ഒരു 1902 ആ ഒരു സമയത്താണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, മെൻ്റൽ കുറച്ച് വർക്ക് ചെയ്തു, അതിനെ റീഡിസ്കവർ ചെയ്യാനായിട്ട് ഈ പറയുന്ന 3 പേര് തീരുമാനിച്ചു. അവർ റീഡിസ്കവർ ചെയ്യുന്ന കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു, മൈക്രോസ്കോപ്പിൻ്റെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഫോം ചെയ്തു വന്നു. അതിൻ്റെ ഫലമായി സെല്ലിനകത്തുള്ള കണ്ടൻറ്റുകളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലായി, സെൽ ഡിവിഷനെ കുറിച്ച് മനസ്സിലായി, ക്രോമസോമിനെ കുറിച്ച് മനസ്സിലായി, മിയോസിസിൻ്റെ സ്റ്റെപ്പുകളെക്കുറിച്ചും ക്രോമസോമിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ചും ഒക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിച്ചു.
ഓക്കെ ആണേ? അങ്ങനെയാണെങ്കിൽ ക്രോമസോം എന്ന് പറയുന്ന ഒരു കണ്ടന്റ് വരെ ഇപ്പോൾ നമ്മൾ എത്തി. സെല്ലിനകത്ത്, ന്യൂക്ലിയസിനകത്ത് ക്രോമസോം ഉണ്ട് എന്നുള്ളൊരു കണ്ടന്റ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ആണല്ലോ. ഇനി നോക്കുക, അടുത്തത് വേറെ 2 സയൻറ്റിസ്റ്റുകളെ കുറിച്ചാട്ടോ പറയണേ. അവരെന്താ പറഞ്ഞേ നോക്കാം. വോൾട്ടർ സട്ടൺ ആൻഡ് തിയോഡോർ ബോവറി നോട്ടഡ് ദാറ്റ് ദ ബിഹേവിയർ ഓഫ് ക്രോമസോംസ് വാസ് പാരലൽ ടു ദ ബിഹേവിയർ ഓഫ് ജീൻസ്. മക്കളെ, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ജീനുകളെ കുറിച്ച് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതായത് മെൻ്റൽ യൂസ് ചെയ്ത വേർഡാണ് മക്കളെ ഫാക്ടർ എന്ന് പറയുന്നത്. ഈ ഫാക്ടർ ഇന്നറിയപ്പെടുന്ന പേരാണ് ജീനുകൾ എന്ന് പറയാം. ഓക്കെ ആണേ? മെൻ്റൽ ഫാക്ടർ എന്ന് വിളിച്ച വസ്തു എന്താണോ അതാണ് ജീനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, മിസ് ജീൻ എവിടെ ഇരിക്കുന്നു അല്ലേ? മിസ് ഇത്രയും നേരം ഞങ്ങളോട് പറഞ്ഞു ഈ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചു, സെല്ലിനകത്ത് ന്യൂക്ലിയസ് ഉണ്ടെന്ന് പറഞ്ഞു, ന്യൂക്ലിയസിനകത്ത് ക്രോമസോം ഉണ്ട്. ഓക്കെ, മിസ് ഇപ്പോൾ പഠിക്കുന്ന ജീനിനെ കുറിച്ചല്ലേ, പഠിപ്പിക്കുന്ന ജീനിനെ കുറിച്ചല്ലേ? ജീൻ എവിടെ ഇരിക്കുന്നു? അതൊരു ക്വസ്റ്റ്യൻ അല്ലേ മക്കളെ? ജീൻ എന്ന് പറയുന്നത് ക്രോമസോമിനകത്ത് DNA ആണ് ഇരിക്കുന്നത്. ക്രോമസോമിനകത്ത് എന്തുണ്ട്? DNA. അല്ലെങ്കിൽ ക്രോമസോമിനകത്ത് അതിന് കുറച്ചധികം മാറ്റങ്ങളൊക്കെ സംഭവിക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. സെല്ലിൽ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ക്രോമസോം, പിന്നെ അത് DNA. ഈ DNAക്കുള്ളിലാണ് മക്കളെ എന്തിരിക്കുക? ജീൻ ഇരിക്കുന്നത്. അതായത് നമ്മുടെ മെൻ്റൽ പറഞ്ഞ ഫാക്ടർ ഇരിക്കുന്നത്. ക്ലിയർ ആണേ? അപ്പോൾ ഇനി ഒന്ന് നോക്കിക്കേ, 2 സയൻറ്റിസ്റ്റുകൾ, വേറെ 2 സയൻറ്റിസ്റ്റുകളുടെ പേര് വന്നു. ഒരു പേരെന്താ? സട്ടനും ബോവറിയും. ഓക്കെ, വന്ന ആൾക്കാരുടെ പേരെന്താണ്? സട്ടൺ ആൻഡ് ബോവറി. ഫുൾ നെയിം നമ്മൾ ഓർത്ത് വെക്കണം, വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് ഇങ്ങനെ പഠിക്കാം. സട്ടൺ ആൻഡ് ബോവറി, 2 സയൻറ്റിസ്റ്റുകൾ. അവരെന്താ പറഞ്ഞേ നോക്കി. സട്ടൺ ആൻഡ് ബോവറി നോട്ടഡ് ദാറ്റ് ബിഹേവിയർ ഓഫ് ക്രോമസോംസ് വെയർ parallel to the behavior of genes that used chromosome movement to explain Mendel's law. അതായത് മെൻ്റൽ പറഞ്ഞ നിയമത്തെ അല്ലെങ്കിൽ മെൻ്റലിൻ്റെ ലോസിനെ ചുവട് പിടിച്ചിട്ടാണ് ഈ പറയുന്ന ബാക്കി എല്ലാ സയൻറ്റിസ്റ്റുകളും അവരുടെയൊക്കെ എക്സ്പെരിമെൻ്റ് ചെയ്യുകയും അവരുടേതായിട്ടുള്ള കോൺസെപ്റ്റ്സിലേക്ക് അവർ എത്തിച്ചേരുകയും ചെയ്തത്. അപ്പോൾ മെൻ്റലിൻ്റെ ലോയെ ചുവട് പിടിച്ച് തന്നെ ആയിരിക്കണം സട്ടനും ബോവറിയും ഒരു കാര്യം പറഞ്ഞു വെച്ചത്. എന്താ പറഞ്ഞു നോക്കി? അവർ പറഞ്ഞു ഇത്രയേ ഉള്ളൂ, നോട്ട് ചെയ്ത കാര്യം ഇത്രയേ ഉള്ളൂ. ബിഹേവിയർ ഓഫ് ക്രോമസോം എന്ന് പറയുന്നത് എന്തിന് പാരലലാണ്? ബിഹേവിയർ ഓഫ് ജീൻസിന് പാരലാണ്. മക്കൾ ഇത്രയേ ഉള്ളടാ. ക്രോമസോമിനകത്ത് എന്തിരിപ്പുണ്ട്? ജീനിരിപ്പില്ലേ? അപ്പോൾ ക്രോമസോമിന് എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അതേ മാറ്റം നമുക്ക് എവിടെയും എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും, ജീനുകളിലും എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. അതാണ് ഈ വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ക്രോമസോമിൻ്റെ ബിഹേവിയർ എങ്ങനെയാണോ ദാറ്റ് ഈസ് പാരലൽ ടു വാട്ട് ദ ബിഹേവിയർ ഓഫ് ജീൻസ്. ക്ലിയർ ആയോ? ക്രോമസോമിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് എന്തിന് പാരലാണ്? ജീനുകളുടെ ബിഹേവിയറിന് പാരലായിരിക്കും. ബിക്കോസ് ജീൻസ് ആർ പ്രസൻറ്റ് ഇൻ ദ ക്രോമസോംസ്. ക്ലിയർ ആയോ? ജീനുകൾ എവിടെയാണ് കാണപ്പെടുക? ക്രോമസോമിനകത്താണ് കാണപ്പെടുക. അപ്പോൾ നമ്മൾ ജീനും ക്രോമസോമും നമ്മളൊന്ന് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ക്രോമസോമും ജീനുകളും കൂടെ നമ്മളൊന്ന് കമ്പയർ ചെയ്യാമെന്ന് വിചാരിക്കുക. ഞാനിവിടെ 2 ടേബിൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ NCERT ടെക്സ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്ന ടേബിളാണ് A, B. പക്ഷേ ഈ Aക്കും Bക്കും ഞാൻ പേര് കൊടുത്തിട്ടില്ല. ജീനെന്നോ ക്രോമസോമോ എന്നോ ഞാൻ പേരൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ എഴുതിയിരിക്കുന്ന കണ്ടന്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കടാ. ഒക്കർ ഇൻ പെയേഴ്സ്, ഇപ്പുറത്തും ഒക്കർ ഇൻ പെയേഴ്സ്, segregate at the time of gamete formation such that only one of each pair is transmitted to a gamete. ഇതേ കണ്ടന്റ് തന്നെയാണ് ഇപ്പുറത്തും എഴുതി വെച്ചേക്കുന്നത്. നോക്കിക്കേ, സെഗ്രിഗേറ്റ് അറ്റ് ഗാമേറ്റ് ഫോർമേഷൻ ആൻഡ് ഓൺലി വൺ ഓഫ് ഈച്ച് പെയർ ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദ ഗാമേറ്റ്. ഇത് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇതേ സാധനം തന്നെയാണ് ഞാൻ ഇപ്പുറത്ത് വേറെ രീതി പറഞ്ഞേക്കണേ. അടുത്ത നോക്കുക. ഇൻഡിപെൻഡൻറ്റ് പെയർ സെഗ്രിഗേറ്റ് ഇൻഡിപെൻഡൻ്റ് ടു ഈച്ച് അതർ. വൺ പെയർ സെഗ്രിഗേറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ദ അനദർ പെയർ. അതായത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 2 സംഗതിയും ഏകദേശം നല്ല രണ്ടും സെയിം തന്നെയാണ്. അതായത് ക്രോമസോമിൻ്റെ കേസിൽ വെച്ചിട്ടാണ് ഞാനിത് സംസാരിക്കുന്നതെങ്കിൽ ക്രോമസോമുകൾ പെയറായിട്ടാണ് കാണുന്നത് എങ്കിൽ ക്രോമസോമിനുള്ളിൽ കാണപ്പെടുന്ന ജീനുകളും പെയറായിട്ടാണ് കാണുന്നത്. അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? സെഗ്രിഗേറ്റ് അറ്റ് ദ ടൈം ഓഫ് ഗാമേറ്റ് ഫോർമേഷൻ. ഗാമേറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ക്രോമസോമുകൾ സെപ്പറേറ്റ് ചെയ്യുമെങ്കിൽ അതേ പ്രോസസ്സ് എവിടെയും നടക്കും? ക്രോമസോമിനകത്തിരിക്കുന്ന ജീനുകൾക്കും സംഭവിക്കും. ജീനുകളും ഗാമേറ്റ് ഫോർമേഷൻ നടക്കുന്ന സമയത്ത് സെപ്പറേറ്റ് ചെയ്യപ്പെടും. ക്ലിയർ ആണോ? അടുത്ത എന്താ പറഞ്ഞേ? ഇൻഡിപെൻഡൻറ്റ് പെയർ സെഗ്രിഗേറ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് ഈച്ച് അതർ. അതായത് ഈ പറയുന്ന ക്രോമസോമുകൾ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ക്രോമസോമുകൾ അവർ എന്താ ചെയ്യണത്? സെപ്പറേറ്റ് ചെയ്യുന്നു. ഇൻഡിപെൻഡൻ്റ്ലി സെപ്പറേറ്റ് ചെയ്യുന്നു. ആരെയും ഡിപ്പെൻഡ് ഒന്നും ചെയ്യുന്നില്ല. അവർക്ക് അങ്ങനെ നോട്ടമൊന്നുമില്ല. അവരെന്ത് ചെയ്യും? കൃത്യമാർന്ന രീതിയിൽ എന്ത് ചെയ്തോളും? സെപ്പറേറ്റ് ചെയ്യും. അതേ കാര്യം തന്നെ എവിടെയും നടക്കും, ജീനുകളിലും നടക്കും. സംഭവിക്കുന്നത് ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ മക്കളെ. ക്രോമസോമിനകത്തിരിക്കുന്ന ജീനുകൾക്കും എന്താണ്, ക്രോമസോമിനകത്താണ് ജീനിരിക്കുന്നത്. ക്രോമസോമിന് എന്താണോ സംഭവിക്കുന്നത് അതേ കാര്യം തന്നെ ജീനിലും നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആണോ? അതുകൊണ്ടാണ് ബിഹേവിയർ ഓഫ് ക്രോമസോംസ് ദാറ്റ് ആർ പാരലൽ ടു ദ ബിഹേവിയർ ഓഫ് ജീൻസ് എന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ ആണ്? അപ്പോൾ ഇതെല്ലാം എന്തിനെ ബേസ് ചെയ്ത് പറഞ്ഞത്? ഞാൻ പറഞ്ഞ കാര്യമൊന്നുമല്ല. ഇതാരാ പറഞ്ഞേ? സട്ടൺ, ബോവറി എന്നീ 2 സയൻറ്റിസ്റ്റുകൾ പറഞ്ഞ കാര്യമാണ്. ഓക്കെ ആണേ? അപ്പോൾ ഇവർ മെൻ്റലിൻ്റെ ലോസിനെ ബേസ് ചെയ്തിട്ടാണ് ഇതെല്ലാം അവരെന്ത് ചെയ്തത്? പറഞ്ഞത്. മെൻ്റൽ ഫാക്ടറിനെ കുറിച്ച് സംസാരിച്ചത്. ഫാക്ടർ എന്ന് പറഞ്ഞാൽ ജീനാണ്. ഓക്കെ, മെൻ്റൽ പറഞ്ഞ ആ ഒരു കണ്ടന്റ് അവർ എന്തുമായി റിലേറ്റ് ചെയ്യിപ്പിച്ചു?
ആ ന്യൂക്ലിയസിനകത്തിരിക്കുന്ന ക്രോമസോമുമായി റിലേറ്റ് ചെയ്യിപ്പിച്ചു. മെൻഡലിൻ്റെ ലോ എന്തുമായി റിലേറ്റ് ചെയ്തവന്മാർ പറയുകയാണ്, ഈ പറഞ്ഞ സട്ടനും ബോവറിയും പറയുകയാണ്, ക്രോമസോമുമായി റിലേറ്റ് ചെയ്ത് പറയുകയാണ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്താണ് ഇങ്ങനെ ഒരു ഫിഗർ ഉണ്ട്, കണ്ടോ മക്കളെ? ഈ ഫിഗർ എന്തുവാന്ന് ചോദിച്ചാൽ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻ്റ് ആണ് കാണിക്കുന്നത്. ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്, മെൻഡലിൻ്റെ ലോയുമായി ബന്ധപ്പെടുത്തി നമ്മൾ പഠിക്കുന്ന കേസാണ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹോമലോഗസ് പെയറുകളാണ് നിങ്ങൾ കാണുക. സെൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്നതാണ് അല്ലേ, ഹോമലോഗസ് പെയർ. ഹോമലോഗസ് പെയർ എന്ന് പറഞ്ഞാൽ ഒരുപോലെയുള്ള പെയർ, അച്ഛൻ്റെ നിന്നും അമ്മയുടെ നിന്നും വരുന്ന ഒരേപോലത്തെ എന്താണ് ക്രോമസോമുകളെയാണ് നമ്മൾ ഹോമലോഗസ് പെയറുകൾ എന്ന് പറയാം. ഹോമലോഗസ് പെയർ ഓഫ് ക്രോമസോം എന്ന് പറയാം, ഹോമലോഗസ് ക്രോമസോമുകൾ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഹോമലോഗസ് ക്രോമസോമുകൾ കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മെൻ്റൽ പറഞ്ഞതുപോലെ അതായത് സീഡിൻ്റെ ഷേപ്പും സീഡിൻ്റെ കളറിനെയൊക്കെ ബേസ് ചെയ്തിട്ടൊക്കെ മെൻ്റൽ സംസാരിച്ചല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് റൗണ്ട് യെല്ലോ എന്നുള്ള കേസാണ് ഞാൻ എടുത്തിരിക്കുന്നതെങ്കിൽ നമുക്കിതെങ്ങനെ പറയാൻ നോക്കിക്കേ. അതായത് റൗണ്ട് യെല്ലോ റിങ്കിൾഡ് ഗ്രീൻ എന്നുള്ള കണ്ടീഷനിലേ നമ്മൾ നേരത്തെ നമ്മുടെ മെൻ്റൽ നമ്മുടെ ഡൈഹൈബ്രിഡ് പ്രോസസ് ചെയ്ത്, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയേക്കുന്നത്. അതായത് റൗണ്ടിനെ ബേസ് ചെയ്ത് ക്യാപിറ്റൽ ആർ, റിങ്കിളിനെ ബേസ് ചെയ്ത് സ്മോൾ ആർ, യെല്ലോനെ ബേസ് ചെയ്ത് ക്യാപിറ്റൽ വൈ, എന്താണ് ഗ്രീനിനെ ബേസ് ചെയ്ത് സ്മോൾ വൈ. അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ ഗാമീറ്റ് ഫോം ചെയ്യുമ്പോൾ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്, സെപ്പറേറ്റ് ചെയ്യുന്നല്ലേ. അപ്പോൾ ഈ രണ്ടെണ്ണം ഓറഞ്ച് ഉള്ളത് ഞാൻ രണ്ടും എന്താണ് ക്യാപിറ്റൽ ആർ, പച്ച കളറിലുള്ളത് ഞാൻ എന്തെടുക്കുന്നു, വൈക്കല്ലേ ഞാൻ, അതായത് നമ്മൾ ഇതാണ്ട് ഈ ഒരു യെല്ലോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പച്ചയുടെ കേസ് പറയണേ. അപ്പോൾ ക്യാപിറ്റൽ വൈ. അപ്പോൾ ഇവിടുത്തെ കേസിലോ ഇത് സ്മോൾ ആർ, ഇവിടെ സ്മോൾ വൈ എന്ന് വരും അല്ലേ. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഗ്യാമേറ്റ് എഴുതുവാണെങ്കിൽ ഈ ക്യാപിറ്റൽ ആർ ഇതിൻ്റെ വൈ അല്ലേ, ഇതൊരു ഗ്യാമേറ്റ് വരും. പിന്നെ ഈ സ്മോൾ ആർ ഈ ഒരു വൈ, ഇത് അടുത്ത ഗ്യാമേറ്റ് വരും. ഓക്കെ, ഇതൊരു കേസ്. ഇതുപോലെ നമുക്ക് ഇപ്പുറത്തും എടുക്കാമല്ലോ. ഇപ്പുറത്ത് ഞാൻ എടുക്കുന്നത് ക്യാപിറ്റൽ ആർ സ്മോൾ ഇത് തന്നെ, പക്ഷേ ഇത് ഞാൻ തിരിച്ചിടുന്നു. അതായത് യെല്ലോ ഗ്രീൻ എന്നുള്ളത് ക്യാപിറ്റൽ വൈക്ക് പകരം ഇവിടെ ഞാൻ സ്മോൾ വൈ കൊടുക്കുന്നു, ഇവിടെ ഞാൻ ക്യാപിറ്റൽ വൈ കൊടുക്കുന്നു. ക്ലിയർ ആണോ? തിരിച്ച്. ഓക്കെ, അതായത് ക്രോസിംഗ് ഓവർ നടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത് തിരിച്ച് സംഭവിക്കും. നിങ്ങൾ ക്രോസിംഗ് ഓവറൊക്കെ നമ്മൾ സെല്ലിനകത്ത് പഠിക്കുന്നില്ല. അപ്പോൾ ക്രോസിംഗ് ഓവറിൻ്റെ ഫലമായിട്ട് ഇതൊന്ന് തിരിഞ്ഞു വരുന്നു, ഹോമലോഗസ് ക്രോമസോമിൽ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നു. അപ്പോൾ ക്രോസിംഗ് ഓവർ നടന്നതിൻ്റെ ഫലമായിട്ട് ഇതൊന്ന് തലതിരിഞ്ഞ് വരുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെ വരും, ക്യാപിറ്റൽ ആർ, ഇവിടെയും ഏത് തന്നെയാണ് വരും, ഇവിടെ ക്യാപിറ്റൽ ആർ ആകുമ്പോൾ ഇവിടെയും ക്യാപിറ്റൽ ആർ, ഇവിടെ സ്മോൾ വൈ, ഇവിടെ സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ. അപ്പോൾ ഗ്യാമേറ്റ് എങ്ങനെ വരും, ക്യാപിറ്റൽ ആർ എ ഈ സ്മോൾ വൈ, ഇതൊരു ഗ്യാമേറ്റ്, സ്മോൾ ആർ എ ഈ ഒരു ക്യാപിറ്റൽ വൈ, ഒരു ഗ്യാമേറ്റ്. അപ്പോൾ മക്കളെ നോക്കിയേടാ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഗ്യാമേറ്റുകൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് അസോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഇവിടെ 2 ക്യാപിറ്റൽ ആർ ഉണ്ട്, ഇവിടെ 2 കേസിൽ ഇപ്പോൾ ഈ പറയുന്ന സീഡിൻ്റെ കളറായാലും സീഡിൻ്റെ ഷേപ്പായാലും നമ്മളിവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ആർ എന്ന് പറയുന്ന കേസ് തന്നെ നിങ്ങൾ ചിന്തിക്കുക. ആറിൻ്റെ കേസിൽ അവർക്ക് ക്യാപിറ്റൽ വൈയുമായിട്ടും കൂട്ടുകൂടാം, ആരുമായിട്ട് സ്മോൾ വൈ ആയിട്ടും കൂട്ടുകൂടാം. ക്ലിയർ ആണെന്നത് ഡോമിനൻറ്റിന് തൊട്ടപ്പുറത്തിരിക്കുന്ന, അതായത് ഡോമിനൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു കണ്ടീഷനിൽ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് അയാൾക്ക്, അതായത് റൗണ്ടിൻ്റെ കേസിൽ അയാൾക്ക് എന്ത് ചെയ്യാം, തൊട്ട് അടുത്ത ക്യാരക്ടറായിട്ടുള്ള ആര്, നമ്മുടെ ആ ഒരു സീഡിൻ്റെ ഇപ്പോൾ കളറായിക്കോട്ടെ, കളർ ഇപ്പോൾ യെല്ലോ ആണെങ്കിൽ ആ ഒരു ക്യാപിറ്റൽ വൈ ഡോമിനൻറ്റുമായിട്ടും കൂട്ടുകൂടാം. അതോടൊപ്പം തന്നെ അതിൽ റെസസീവ് ഏതാ, സ്മോൾ വൈ അല്ലേ, അപ്പോൾ സ്മോൾ വൈയുമായിട്ടും കൂട്ടുകൂടാം. അപ്പോൾ ആറ് ക്യാപിറ്റൽ വൈ അല്ലെങ്കിൽ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ ആർ സ്മോൾ വൈ, ഇങ്ങനെയും വരാം. അതോടൊപ്പം തന്നെ തിരിച്ച് കേസിൽ നമ്മൾ ചിന്തിക്കുക റെസസീവ് ആയിട്ടുള്ള സ്മോൾ ആറിന് ക്യാപിറ്റൽ വൈയുമായിട്ടും കൂട്ടുകൂടാം, സ്മോൾ ആറിന് സ്മോൾ വൈയുമായിട്ടും കൂട്ടുകൂടിക്കട്ടെ. അങ്ങനെയാണ് ഈ 4 ഗമേറ്റുകൾ നമുക്ക് വരുന്നത്. ഡിഫറൻ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതായത് നിങ്ങൾ ചിന്തിക്കുക, ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ക്യാപിറ്റൽ ആറിന് ഡോമിനൻ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ വൈ മാത്രമായിട്ടല്ല ഇവർ കൂട്ടുകൂടുന്നത്. ക്യാപിറ്റൽ ആറിന് ആരുമായിട്ടും കൂട്ടുകൂടാടാ, സ്മോൾ വൈയുമായിട്ടും കൂട്ടുകൂടി ഗമേറ്റ് ഫോം ചെയ്യാം. അതുപോലെ തന്നെ റെസസീവ് ആയിട്ടിരിക്കുന്ന സ്മോൾ ആറിന് എന്താണ്, ക്യാപിറ്റൽ വൈയുമായിട്ടും കൂട്ടുകൂടാം. റെസസീവ് ആയിട്ടിരിക്കുന്ന സ്മോൾ ആറിന് സ്മോൾ വൈയുമായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടുകൂടാനായിട്ട് പറ്റും. ക്ലിയർ ആവുന്നുണ്ടോ ഇത്? അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടന്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ നമുക്ക് 4 ഗമേറ്റുകൾ ഇവിടെ കിട്ടിയത്. ഓക്കെ, ഡിഫറൻ്റ് ആയിട്ടുള്ള 4 ഗമേറ്റുകൾ കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ 4 ഡിഫറെൻറ്റ് ഗമേറ്റ് കിട്ടാനുള്ള കാരണം, അപ്പോൾ ഇവിടെ ഇടയ്ക്ക് ക്രോസിംഗ് ഓവർ നടന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഇവർ എന്ത് ചെയ്യപ്പെട്ടത്, അസോർട്ട് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് കാണിക്കുന്ന ഒരു ഫിഗറാണ് ഈ ഒരു ഫിഗർ നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ ക്രോമസോമുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സട്ടനും ബോവറിയുടെയും ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. അവർ എന്ത് ചെയ്തു, ക്രോമസോമും അതോടൊപ്പം തന്നെ ജീനും പാരലാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ എത്തിച്ചേർന്നു. മെൻ്റലിലെ ലോയുമായി ബന്ധപ്പെടുത്തി മെൻ്റലിലെ ലോയും അതിനോടൊപ്പം അവർ യൂസ് ചെയ്തു എന്നൊക്കെയല്ലേ ഞാൻ പറഞ്ഞേ. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ബേസ് ചെയ്ത് സംസാരിക്കുകയാണേ.
നോക്കാം. സട്ടൺ ആൻഡ് ബോവറി argued that the pairing and the separation of a pair of chromosomes would lead to the segregation of a pair of factors they carried. അതായത് സട്ടനും ബോവറിയും പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ക്രോമസോമുകളിൽ പെയറിങ് നടക്കുകയും അതോടൊപ്പം തന്നെ ക്രോമസോമുകളിൽ സെപ്പറേഷനും നടക്കുകയും ചെയ്യും. നമുക്കറിയാം ഈ പറയുന്ന രണ്ട് പ്രോസസ്സുകളും എന്തിന് കാരണമാകുമെന്ന് പറയുന്നത് ഈ ക്രോമസോമിനകത്തിരിക്കുന്ന ഫാക്ടറുകൾ അല്ലെങ്കിൽ ജീനുകളുടെ എന്തിന് പെയറിങ്ങിനും സെപ്പറേഷനും കാരണമാകും എന്നാ പറഞ്ഞത്. ക്രോമസോമിന് എന്താണോ സംഭവിക്കുന്നത് അതേ കാര്യം തന്നെ നമുക്ക് ആരിലും കാണാൻ പറ്റുമെന്നാണ് സട്ടനും ബോവറിയും പറയണത്. ജീനുകളിലും അല്ലെങ്കിൽ ഫാക്ടറിലും കാണാൻ പറ്റും. മക്കളെ, നമ്മുടെ മെന്റൽ എന്തിനെക്കുറിച്ച് മാത്രമേ സംസാരിച്ചുള്ളൂ? ഫാക്ടറിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതേ ഫാക്ടർ ഇരിക്കുന്നത് ക്രോമസോമിനകത്താണെന്നും അപ്പോൾ അതായത് ക്രോമസോമിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെ ഫാക്ടറിലും നടക്കുമെന്നും ആരാ പറഞ്ഞത്? അത് സട്ടനും ബോവറിയാ പറയും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മെന്റൽ കണ്ടുപിടിച്ച കാര്യങ്ങളെ എന്തുമായിട്ട് ഈ സട്ടനും ബോവറും റിലേറ്റ് ചെയ്യിപ്പിച്ചു? അവരുടെ ആ ഒരു ക്രോമസോമൽ തിയറിയുമായിട്ട് അവരെന്ത് ചെയ്തു? റിലേറ്റ് ചെയ്തു. അതായത് അവർ മെർജ് ചെയ്തു. എന്നിട്ടാണ് അവരെന്തുണ്ടാക്കിയത്? സട്ടൺ ആൻഡ് ബോവറി ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഫോം ചെയ്തത്. ഓക്കെ, അതായത് മെന്റൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെ അവരെന്ത് ചെയ്തു? ഈ പറഞ്ഞ ക്രോമസോം എന്ന് പറയുന്ന കണ്ടന്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സട്ടനും ബോവറിയും കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിച്ചില്ലേ, അതുമായിട്ട് ഇവർ മെർജ് ചെയ്തു. അതിന്റെ ഫലമായിട്ടാണ് എന്ത് ഫോം ചെയ്തത്? ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഫോം ചെയ്തത്. അപ്പോൾ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിനെ കുറിച്ച് പറഞ്ഞ ആൾക്കാർ ആരൊക്കെയാണ്? സട്ടനും ബോവറിയുമാണ്. Sutton united the knowledge of chromosomal segregation with the Mendelian principles and called it as the chromosomal theory of inheritance. അപ്പോൾ എന്താണ് chromosomal theory of inheritance? അവർ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. സട്ടനും ബോവറിയും എന്ത് ചെയ്തു? ഇവിടെ സട്ടനും ബോവറിയാണ് ഇത് ചെയ്തെങ്കിലും സട്ടൺ എന്ന് പറയുന്നത് എടുത്തു പറയുന്നുണ്ട്. ആ ഒരു സയന്റിസ്റ്റിന്റെ പേര് ഇവിടെ എടുത്തു പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. സട്ടൺ യുണൈറ്റഡ് ദ നോളജ് ഓഫ് ക്രോമസോമൽ സെഗ്രിഗേഷൻ വിത്ത് ദ മെൻഡേലിയൻ പ്രിൻസിപ്പിൾ. സട്ടനും ബോവറി എക്സ്പെരിമെന്റ് ചെയ്തു എങ്കിൽ കൂടിയും സട്ടനാണ് അപ്പോൾ ഈ പറയുന്ന ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിലേക്ക് കൂടുതൽ എത്തിച്ചേരാൻ കാരണമായത്. ഓക്കെ, അപ്പോൾ സട്ടനാണ് എന്ത് ചെയ്തത്? ക്രോമസോമിനെ കുറിച്ചുള്ള ആ ഒരു നോളജ്, അതായത് ക്രോമസോമൽ സെഗ്രിഗേഷൻ എന്ന് പറയുന്ന ആ ഒരു നോളജിനെ മെൻഡൽ പറഞ്ഞ പ്രിൻസിപ്പിൾസുമായിട്ട് മെൻഡേലിയൻ പ്രിൻസിപ്പിളുമായിട്ട് മെർജ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ടാണ് ഏത് തിയറി ഉണ്ടാവുകയും ചെയ്തത്? ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഫോം ചെയ്തത്. ഓക്കെ, അപ്പോൾ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസുമായി ബന്ധപ്പെടുത്തി വന്ന സയന്റിസ്റ്റുകളുടെ പേര് ആരൊക്കെയാണ്? സട്ടൺ ആൻഡ് ബോവറി. ഓക്കെ, അപ്പോൾ ആരാണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നതിലേക്ക് എത്തിച്ചേർത്തത്? അല്ലെങ്കിൽ മെൻഡേലിയൻ പ്രിൻസിപ്പിൾസിനെ ക്രോമസോമൽ സെഗ്രിഗേഷനുമായി ബന്ധപ്പെടുത്തി മെർജ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? സട്ടനാണ്. ക്ലിയർ ആണേ? അപ്പോൾ എന്താണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എന്നുള്ള ആ ഒരു ഐഡിയയിലേക്ക് അപ്പോൾ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇനി നോക്കിക്കേ അടുത്ത പോയിന്റ്. ഫോളോയിങ് ദിസ് synthesis of ideas, experimental verification of the chromosomal theory of inheritance by Thomas Hunt Morgan and his colleagues led to discovering the basis for the variation that sexual reproduction produced. അതായത് മക്കളെ, ഇപ്പോൾ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ആ ഒരു കണ്ടന്റിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി തീർന്നു അല്ലേ? അപ്പോൾ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിനുമായി ബന്ധപ്പെടുത്തിയ രണ്ട് സയന്റിസ്റ്റുകളാണല്ലോ സട്ടൺ ആൻഡ് ബോവറി. അപ്പോൾ അവർ ഈ പറയുന്ന പോലെ ക്രോമസോമൽ തിയറി എന്താണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കി തന്നു. ഈ ക്രോമസോമൽ തിയറി ഒരിക്കലും അവർ തെളിയിച്ചില്ല, പറഞ്ഞു വെച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്രോമസോമൽ തിയറി തെളിയിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറൊരാളാണ്. അദ്ദേഹമാണ് TH മോർഗൻ അഥവാ തോമസ് ഹണ്ട് മോർഗൻ. ഓക്കെ, അപ്പോൾ തോമസ് ഹണ്ട് മോർഗനും അദ്ദേഹത്തിൻ്റെ കൊളീഗ്സും കൂടി ചേർന്നിട്ടാണ് ഈ പറയുന്ന ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്തത്. അതുകൊണ്ടാണ് ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ ജനറ്റിക്സ് എന്ന് ആരെ അറിയപ്പെടുന്നത്? മോർഗനെ അറിയപ്പെടുന്നത്. നമുക്കറിയാം ഫാദർ ഓഫ് ജനറ്റിക്സ് എന്ന് പറയുന്നത് ആരാണ്? അത് മെന്റൽ ആണ്. ഓക്കെ, ബട്ട് ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ ജനറ്റിക്സ് എന്നറിയപ്പെടുന്നത് അതാരാണ്? അത് TH മോർഗൻ ആണ്. അപ്പോൾ TH മോർഗൻ അദ്ദേഹത്തിന് കുറേയധികം കോൺട്രിബ്യൂഷൻസ് ഉണ്ട് കേട്ടോ, പക്ഷെ നമുക്ക് പഠിക്കാൻ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ മോർഗനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് തെളിയിച്ചത് മോർഗനാണ്. അപ്പോൾ അദ്ദേഹം തെളിയിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കണ്ടന്റ് നമ്മൾ പഠിക്കണ്ടേ? എങ്ങനെയാ തെളിയിച്ചേ? അത് നമ്മൾ അറിയണ്ടായോ? അപ്പോൾ അതെങ്ങനെയാണ് തെളിയിച്ചതെന്ന് നോക്കാം. നമുക്കറിയാം നമ്മുടെ മെൻഡേലിയൻ പ്രിൻസിപ്പിൾസും മെൻഡേലിയൻ കാര്യങ്ങളും അതായത് മെൻഡേലിയൻ ലോസ് ഒക്കെ അദ്ദേഹം പറയുണ്ടായി. അതെങ്ങനെ അദ്ദേഹം തെളിയിച്ചേ? അത് തോട്ടപ്പയർ അഥവാ പയറ് ചെടിയിലായിരുന്നു, പൈസം സട്ടൈവത്തിനകത്തായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന TH മോർഗൻ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് തെളിയിക്കാനായിട്ട് ശ്രമിച്ചത് അത് ഒരു ഫ്ലൈയിലാണ് കേട്ടോ. ഒരു ഫ്രൂട്ട് ഫ്ലൈ എന്ന് നമ്മൾ പറയും, പഴയ ഈച്ച കുരുട്ടി ഈച്ച എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിലായിരുന്നു അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെന്റ് ചെയ്തത്.
അതിൻ്റെ സയൻറ്റിഫിക് നെയിം ഓർത്ത് വെച്ചിരിക്കുക, ഡ്രോസോഫില മെലാനോഗാസ്റ്റർ. ഫ്രൂട്ട് ഫ്ലൈയുടെ സയൻറ്റിഫിക് നെയിം ആണ് ഡ്രോസോഫില മെലാനോഗാസ്റ്റർ. അപ്പോൾ നമ്മുടെ മോർഗൻ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് തെളിയിച്ചത് ഏത് ജീവിയിലാണ്? ഫ്രൂട്ട് ഫ്ലൈയിലാണ്. ഫ്രൂട്ട് ഫ്ലൈയുടെ സയൻറ്റിഫിക് നെയിം എന്താണ്? ഡ്രോസോഫില മെലാനോഗാസ്റ്റർ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ് ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ NCERT ടെക്സ്റ്റിലോട്ട് വായോ. Morgan worked with the tiny fruit flies Drosophila melanogaster, which were found very suitable for such studies. ഈ പറയുന്ന ലോകത്ത് പല തരത്തിലുള്ള ജീവികൾ ഉണ്ടായിരുന്നു അല്ലേ? അതിൽ മോർഗൻ എന്തുകൊണ്ടാ ഈ ഡ്രോസോഫില മെലാനോഗാസ്റ്റർ അഥവാ ഫ്രൂട്ട് ഫ്ലൈനെ തന്നെ സെലക്ട് ചെയ്തത്? അതായത് നമ്മൾ ഈ പറയുന്ന ചാപ്റ്റർ പഠിച്ച സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു മെൻഡൽ എന്തുകൊണ്ട് പീ പ്ലാന്റിനെ തന്നെ സെലക്ട് ചെയ്തു. അതിന് കുറച്ചധികം റീസൺസ് ഉണ്ടായിരുന്നു, അത് നമ്മൾ പഠിച്ചില്ലേ? അതുപോലെ തന്നെ എന്തുകൊണ്ട് മോർഗൻ ഡ്രോസോഫിലയെ തന്നെ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തു? ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡ്രോസോഫിലയെ തെരഞ്ഞെടുത്തു. അതിനെന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവും അല്ലെ? അദ്ദേഹത്തിനായിട്ടുള്ള റീസൺ ഉണ്ടാവും. അതെന്തൊക്കെയാ? അത് പഠിച്ചു വെച്ചേക്കണം. അതെന്തിനാന്ന് നോക്കിക്കേ. ദേ കുഡ് ബി ഗ്രോൺ ഓൺ സിമ്പിൾ സിന്തറ്റിക് മീഡിയം ഇൻ ദ ലബോറട്ടറി. അതായത് ലാബുകളിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞൊരു മീഡിയത്തിൽ പോലും ആരെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള മീഡിയത്തിൽ പോലും നമുക്ക് ആരെ വളർത്തിയെടുക്കാൻ പറ്റും? ഈ പറയുന്ന ഫ്രൂട്ട് ഫ്ലൈനെ വളർത്തിയെടുക്കാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ വീട്ടിലൊക്കെ ഈ പറയുന്ന കുരുട്ടീച്ചയൊക്കെ ഇഷ്ടം പോലെ നിങ്ങൾ കാണാറില്ലേ? ഫ്രൂട്ട് ഫ്ലൈസിന് ഇഷ്ടം പോലെ നിങ്ങൾ കാണാറില്ലേ? അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കാണുന്നത്? പൊതുവേ ഇപ്പോൾ തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് തക്കാളി ചെറിയൊരു പൊട്ടലുണ്ടെങ്കിൽ പോലും വരും അല്ലേ? ആ ഒരു ഏരിയയിലോട്ടൊക്കെ ഈ കുരുട്ടീച്ചകളൊക്കെ ഇങ്ങനെ വരും. ഇത് തുറന്നു വെച്ചേക്കുവാണെങ്കിൽ ഫുഡൊക്കെ തുറന്നു വെച്ചേക്കുന്ന അവിടെയൊക്കെ ഓടി വരത്തില്ലേ? അപ്പോൾ എന്താ, ഇവന്മാരെ വളർത്തിയെടുക്കാൻ ഈ ഡ്രോസോഫില എന്ന് പറയുന്ന ആ ഒരു ഇൻസെക്റ്റിനെ വളർത്തിയെടുക്കാൻ അത്രത്തോളം പാടൊന്നുമില്ല. അപ്പോൾ ലബോറട്ടറി കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു മീഡിയം പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആരെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും? ഈ പറയുന്ന ഡ്രോസോഫില അല്ലെങ്കിൽ ഫ്രൂട്ട് ഫ്ലൈനെ വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എളുപ്പമാണ് അല്ലേ? അതൊരു റീസൺ ആയിരുന്നു. അടുത്ത റീസൺ നോക്കി, ദേ കംപ്ലീറ്റ് ദെയർ ലൈഫ് സൈക്കിൾ ഇൻ അബൌട്ട് 2 weeks. അതായത് ഈ ഒരു പ്രാണി അതിൻ്റെ ജീവിത ചക്രം അത് കംപ്ലീറ്റ് ചെയ്യണത്, അവർ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ജനിച്ച് മരിക്കുന്നത് എത്ര പെട്ടെന്നാണെന്നറിയോ? ഏകദേശം 2 ആഴ്ച എടുക്കുന്നുള്ളൂ. എന്നുവെച്ചാൽ അവരുടെ ആ ഒരു ജീവിതം ജനിച്ച് മരിക്കുന്നത് പറയുന്നില്ല, അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവരെടുക്കുന്നത് വെറും 2 ആഴ്ച മാത്രമാണ് അല്ലേ? അപ്പോൾ എന്താ പറയുന്നത്, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇവരെക്കുറിച്ച് പഠിക്കാൻ പറ്റും. ഇവരെങ്ങനെ ഡെവലപ്പ് ചെയ്തു, ഇവരെങ്ങനെ ഗ്രോ ചെയ്യണു, ഇവർക്ക് എന്തൊക്കെയാണ് വേണ്ടുന്നത്, ഇവരുടെ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ എങ്ങനെയാണ്, മനസ്സിലാവുന്നു? അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇവരെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും. വെറും 2 ആഴ്ചയല്ലേ ഉള്ളൂ ഒരു ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അതൊരു റീസൺ ആയിരുന്നു. അടുത്ത് നോക്കിയേ, ആൻഡ് എ സിംഗിൾ മേറ്റിംഗ് കുഡ് പ്രൊഡ്യൂസ് എ ലാർജ് നമ്പർ ഓഫ് പ്രോജനി ഫ്ലൈസ്. അതായത് ഒരു മേറ്റിംഗ് എന്ന് പറയുമ്പോൾ അറിയാം സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് അല്ലേ? അപ്പോൾ ആ ഒരു മേറ്റിങ്ങിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുകയാണ്? ഒരൊറ്റ സിംഗിൾ മേറ്റിങ്ങിലൂടെ തന്നെ ധാരാളം കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് പറ്റും. പ്രോജനി എന്ന് പറഞ്ഞാൽ സന്താനങ്ങൾ എന്നാണ് അർത്ഥം, അടുത്ത ജനറേഷൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഒരൊറ്റ സിംഗിൾ മേറ്റിങ്ങിലൂടെ ധാരാളം കുഞ്ഞുങ്ങൾ ഫോം ചെയ്യാണ്. അപ്പോൾ 1-2 കുഞ്ഞുങ്ങളൊന്നുമല്ല, ധാരാളം കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കുഞ്ഞുങ്ങളെല്ലാം എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തൂടെ? എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരിൽ പഠിച്ചുകൂടെ നമുക്ക്? ഓക്കെ, അപ്പോൾ അതൊരു റീസൺ ആയിരുന്നു. അടുത്ത് നോക്കി, ദെർ വാസ് എ ക്ലിയർ ഡിഫറൻസിയേഷൻ ഓഫ് ദ സെക്സസ്. അതായത് ഇവിടെ എന്തുണ്ടെന്ന് പറയും? സെക്ഷുവൽ ഡൈമോർഫിസം കാണിക്കുന്നു. മക്കളെ, സെക്ഷുവൽ ഡൈമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൃത്യമാർന്ന രീതിയിൽ ആൺ പെൺ വേർതിരിവുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഹ്യൂമൻ ബീങ്സ് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ആണേതാ പെണ്ണേതാന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ലയോ? ദാറ്റ് മീൻസ് സെക്ഷുവൽ ഡൈമോർഫിസം. ദർ എക്സിസ്റ്റ് എ സെക്ഷുവൽ ഡൈമോർഫിസം. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും ഈ പറയുന്ന ജീവികളിലും, അതായത് ഡ്രോസോഫിലയുടെ കേസിലും നമുക്ക് എന്ത് കാണാൻ പറ്റുമെന്നാണ് പറയണത്? സെക്ഷുവൽ ഡൈമോർഫിസം കാണാനായിട്ട് സാധിക്കും. ആൺ പെൺ വേർതിരിവുണ്ട്. അതായത് ദ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലൈസ് ആർ ഈസിലി ഡിസ്റ്റിങ്വിഷബിൾ. അതായത് ആൺ ഫ്ലൈ ഏതാ പെൺ ഫ്ലൈ ഏതാ എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് ഒരു എക്സാമ്പിൾ പറയാം. ഈ പറയുന്നത് ഫിഗർ നോക്കി വെച്ച് തന്നെ എനിക്ക് പറയാൻ പറ്റും ആരാ ആണ് ആരാ പെണ്ണെന്ന്. എഴുതി വെച്ചേക്കുന്നതുകൊണ്ടാണ് മിസ് അത് പറയുന്നതെന്ന് വിചാരിക്കും. അങ്ങനെയല്ലടാ, നോക്കിക്കേ, ഇതിനകത്ത് ചെറിയ ഇതാരാണോ, ചെറിയ ഫ്ലൈ ആരാണോ അവന്മാരായിരിക്കും ആരെന്ന് പറയുന്നത് മെയിൽ. വലിയ ഫ്ലൈ ആരാണോ അവരായിരിക്കും ആരെന്ന് പറയണത്, ലാർജ് സൈസ്ഡ് ആയിട്ടുള്ളവരായിരിക്കും ആരെന്ന് പറയണത് ഫീമെയിൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആണേതാ പെണ്ണേതാ നമുക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? സെക്ഷുവൽ ഡൈമോർഫിസം ഇവർ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു റീസൺ ആയിരുന്നു. അടുത്ത, it has many types of hereditary variations that can be seen with the low power microscopes. അതായത് ഇവർ പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ എക്സിബിറ്റ് ചെയ്യുന്ന ജീവികളായിരുന്നു. പെട്ടെന്ന് ഇവർ വേരിയേഷൻ നടക്കുന്നവരായവർ. അപ്പോൾ അതുകൊണ്ട് ഈ വേരിയേഷൻസ് ഓരോന്നും നമുക്ക് ഒരു ലോ പവർ മൈക്രോസ്കോപ്പിലൂടെയും മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അന്നത്തെ കാലത്ത് അവൈലബിൾ ആയിരിക്കുന്ന മൈക്രോസ്കോപ്പിൽ കൂടിയും ഈ പറയുന്നവർക്ക് വരുന്ന മാറ്റങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇത്രയധികം കാരണങ്ങൾ ഉണ്ടായിരുന്നു
മോർഗന് ഡ്രോസോഫിലയെ എക്സ്പെരിമെൻ്റൽ മെറ്റീരിയലായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട്. ക്ലിയർ ആയോ? അപ്പോൾ ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് മോർഗൻ ഡ്രോസോഫിലയെ തന്നെ എക്സ്പെരിമെൻ്റൽ മെറ്റീരിയലായിട്ട് തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാൽ അതിനുള്ള റീസൺസ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ ആന്നേ, അടുത്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് ഇപ്പോൾ നമ്മൾ ഏകദേശം എന്ത് ചെയ്തു? ഏകദേശം ഒന്ന് പഠിച്ചു കഴിഞ്ഞു. പക്ഷേ നമ്മുടെ മോർഗൻ ചെയ്ത എക്സ്പെരിമെൻ്റ് എന്തോന്ന് ഞാൻ പറഞ്ഞില്ല അല്ല, അതെന്താന്ന് ഞാൻ പറയാം. അപ്പോൾ അത് പറയുമ്പോൾ അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2 ടേംസ് ആണ് കേട്ടോ, ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ. ഈ ഒരു ചാപ്റ്ററിലെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും പാടായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഭാഗം കൂടിയാണ് ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ തോമസ് ഹണ്ട് മോർഗൻ അഥവാ TH മോർഗൻ ഡ്രോസോഫിലയിൽ ഈ പറയുന്ന ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് തെളിയിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തതെന്നൊക്കെ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ 2 ടേംസ്, ലിങ്കേജ് എന്താ, റീകോമ്പിനേഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയെടുക്കാം. ലിങ്കേജ് is the physical association of 2 or more genes on a chromosome. മക്കളെ, ഒരു ക്രോമസോം നിങ്ങൾ സങ്കല്പിക്കാം. ഓക്കെ, ഒരു ക്രോമസോം നമ്മൾ സങ്കല്പിച്ച് കഴിഞ്ഞാൽ ആ ക്രോമസോമിനകത്ത് എന്ത് കാണപ്പെടും? ഈ പറയുന്ന ജീനുകൾ ഉണ്ടാവും. ക്രോമസോമിനകത്ത് ആരാടായിരിക്കണേ? ജീനുകളല്ലയോ? അപ്പോൾ ക്രോമസോമിനകത്ത് എന്തിരിപ്പുണ്ട്? ജീനുകളുണ്ട്. ഓക്കെ, അപ്പോൾ ക്രോമസോമിനകത്ത് കണ്ടേ, ഇവിടെ ഞാൻ ജീൻ വരയ്ക്കണു, ഇവിടെ ഇരിപ്പുണ്ട് ജീൻ, ഇവിടെ ഇരിക്കണു, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ജീന് A, ഇതിന് B എന്ന് പേര് കൊടുത്തു, ഇത് C, D, E, ഇത്രയും ജീനുകൾ ഞാനിത് വരച്ചിട്ടുണ്ട്. ഓക്കെ ആണേ? അപ്പോൾ എന്താണ് ലിങ്കേജ് എന്ന് എനിക്ക് നിങ്ങളെ പഠിപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറയാണ്, ഒരു ക്രോമസോം മനസ്സിൽ സങ്കല്പിക്കാം. ഈ ക്രോമസോമിനകത്ത് എന്തിരിപ്പുണ്ട്? ജീനുകളുണ്ട്. ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യമാണ്. ക്രോമസോമിനകത്ത് ആരിരിപ്പുണ്ട്? ജീനുകളുണ്ട്. ഇനി നോക്കിക്കേ എന്താ പറഞ്ഞിരിക്കുന്നത്. ലിങ്കേജ് ഈസ് ദ physical association of 2 or more genes on a chromosome. ഒരു ക്രോമസോമിനകത്തിരിക്കുന്ന 2-ലധികം ജീനുകൾക്കിടയിൽ വരുന്ന ഒരു ലിങ്കേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അവരെന്ത് നന്നായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തിരിക്കുകയാണ്? അസോസിയേറ്റ് ചെയ്തിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങളൊന്ന് സങ്കല്പിക്കുക, നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛൻ, അമ്മ, ചിലപ്പം എന്താണ് നമ്മുടെ സിബ്ലിങ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ എന്താ, നമ്മൾ ആ ഒരു വീടിനകത്ത് നമ്മളെല്ലാം എന്താണ് അത്രത്തോളം അസോസിയേറ്റഡ് ആയിട്ടല്ലയോ കഴിയുന്നത്? അത് ഓരോരുത്തരും എന്തുവാ മിണ്ടാതെ ഓരോ റൂമിൽ കയറി ഇങ്ങനെ അടച്ചു പൂട്ടിയിരിക്കുവാന്നോ? അല്ല, നമ്മൾ ഇങ്ങോട്ടേക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ അസോസിയേറ്റ് ചെയ്ത് തന്നെയാണ് ആ വീടിനുള്ളിൽ കഴിയുന്നത്. അതേപോലെ ആ വീടിനെ നിങ്ങൾ എന്തായിട്ട് സങ്കല്പിക്കുക? ക്രോമസോമായിട്ട് സങ്കല്പിക്കുക. ആ വീട്ടിനകത്തുള്ള അംഗങ്ങൾ, അതാണ് അവിടുത്തെ ആരെന്ന് പറയണത്? ജീൻസ്. അവരെല്ലാം അത്രത്തോളം അസോസിയേറ്റഡ് അല്ലേ? അപ്പോൾ നമ്മൾക്കിടയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്കിടയിൽ ആ ഒരു വീട്ടിനുള്ളിൽ ഉള്ള അത്രയും അംഗങ്ങൾ, ഇപ്പം ഞാൻ 4 പേരെ പറയുന്നുള്ളൂ, അമ്മ, അച്ഛൻ, പിന്നെ നിങ്ങൾ 2 പേര്, ഇപ്പം ചേട്ടനോ ചേച്ചിയോ അല്ലെങ്കിൽ അനിയനോ അനിയത്തോ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഇവർക്കിടയിൽ എന്തായാലും നല്ലൊരു ബോണ്ടിങ് ഉണ്ടാവില്ലേ? സ്നേഹത്തിൻ്റെ കേസിൽ എല്ലാ രീതിയിലും നല്ലൊരു ബോണ്ടിങ് ഉണ്ടാവും അല്ലേ? പുറത്ത് നിങ്ങൾക്ക് അറിയാത്ത ഒരാളോട് നിങ്ങൾ അത്രയും ബോണ്ടിങ് നിങ്ങൾ കാണിക്കുമോ? ഒരിക്കലും കാണിക്കുകയില്ല. അതായത് ഞാൻ ഒരു വീട് വെച്ചിട്ടാണ് ഇപ്പോൾ സംസാരിച്ചത്. അതുപോലെ ഇവിടെ നിന്ന് സങ്കല്പിക്കുക, ഒരു ക്രോമസോം. ഈ ക്രോമസോമിനകത്ത് ധാരാളം എന്തുണ്ട്? ക്രോമസോമിനകത്തിരിക്കുന്ന ജീനുകൾ. ഈ ജീനുകൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അവർക്ക് ഇടയിൽ എന്തുണ്ടാവും? ഒരു അസോസിയേഷൻ ഉണ്ടാവും അല്ലേ? അവർക്കും കൂടി വിട്ടുപോകാൻ പറ്റത്തില്ല. ഞാൻ ഇവിടുന്ന് പോകത്തില്ല എന്നും പറഞ്ഞ് അവന്മാരതിനകത്ത് ഇരിക്കുക. ക്രോമസോമിനകത്ത് ആരിയ്ക്കുക? നമ്മുടെ ജീനുകൾ ഇരിക്കുക. അപ്പോൾ ഈ ഒരു അസോസിയേഷൻ ഉണ്ടാവില്ലേ? ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ലിങ്കേജ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ലിങ്കേജിൽ ഉൾപ്പെട്ട ജീനുകളെ എനിക്ക് എന്ത് വിളിക്കാം? ലിങ്ക് ചെയ്തിരിക്കുന്ന ജീനുകളല്ലയോ? അപ്പോൾ അവന്മാരെ എനിക്ക് എന്ത് വിളിക്കാം? ലിങ്ക്ഡ് ജീനുകൾ എന്ന് വിളിക്കാം. ക്ലിയർ ആയോ? അതായത് ഒരു ക്രോമസോമിനകത്ത് ധാരാളം ജീനുകൾ ഉണ്ടെങ്കിൽ ഈ ജീനുകൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അസോസിയേറ്റ് ചെയ്താണ് കാണപ്പെടുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിസിക്കൽ അസോസിയേഷനെ വിളിക്കുന്ന പേരാണ് ലിങ്കേജ്. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന ജീനുകളെ ലിങ്ക്ഡ് ജീൻസ് എന്ന് വിളിക്കാം. സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അവർക്ക് കൊണ്ട് വിട്ടുപോകാൻ വയ്യ, ഞാൻ ഇങ്ങോട്ടേക്ക് പോകത്തില്ല എന്ന് പറഞ്ഞ അവന്മാർ എന്ത് ചെയ്തേക്കുക? അത്രത്തോളം അസോസിയേറ്റഡ് ആയിട്ട് അതിനകത്ത് ഇരിക്കുക. പോകുന്നില്ല, ഞാൻ പോകില്ല എന്ന് പറഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്തൊരു കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ താണ്ടേ ABCDE 5 ജീനുകളെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഞാൻ എന്താണ്ട് ഈ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നിങ്ങളൊന്ന് നോക്കിക്കേ. എയും ബി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എയും ബി ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഇവന്മാർക്കിടയിൽ ഡിസ്റ്റൻസ് കുറവാണ്. അപ്പോൾ അവർ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുവാണേ. അപ്പോൾ ബിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പോകാൻ പറ്റത്തില്ല. അപ്പോൾ എയും ബിയും ഡിസ്റ്റൻസ് എന്താണ് അത്രയും അടുത്തിരിക്കുന്നതുകൊണ്ട് ഇവന്മാർ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? പുറത്ത് പോകത്തില്ല. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പറയുന്ന എയും ഇയും തങ്ങളിലോ? എയും ഇയും തങ്ങൾ നമ്മൾ ഞാൻ ദൂരമായിട്ട് നിൽക്കുന്ന വെച്ച് കമ്പയർ ചെയ്യുകയാണ് കേട്ടോ. എയും ഇയും തങ്ങളിൽ ഇരിക്കുവാണെങ്കിൽ അത്രത്തോളം എയും ഇയുമായിട്ട് അത്രത്തോളം അസോസിയേഷൻ അവിടെ ഉണ്ടോ? ഇല്ല. എക്ക് ആരുമായിട്ടായിരിക്കണം അത്രയും അങ്ങ് കൂട്ട്? ബിയുമായിട്ടായിരിക്കത്തില്ലേ? അപ്പോൾ അത്രയും ടൈറ്റായിട്ട് എയുമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്ന ആരാ? ബി ആയിരിക്കും.
എന്നാൽ എ ഇവിടെ ഇരിപ്പുണ്ട്, ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. എന്നാൽ എക്ക് ബിയോടുള്ള അത്രയും ഇൻറ്റിമസി ആരോട് കാണത്തില്ല, ഇയോട് കാണത്തില്ല. കാരണം ഈ ഇവിടെ ഇരിക്കും, ഇത്രയും ദൂരെ ഇരിക്കുക മറ്റേ ആൾ അല്ലേ. അപ്പോൾ എക്ക് ആരെ വിട്ടുകൊടുക്കാൻ ഒരു ടെൻഡൻസി വരാൻ ചാൻസ് ഉണ്ട്, ഈ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നാണ്ട് ഇവിടെ ഡിയും ഇയും കൂടെ പിടിച്ചിരിക്കുമല്ലേ. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, എ വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് കേട്ടോ ഇപ്പോൾ സംസാരിച്ചത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ എയും ബിയും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എ ആരുമായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചേക്കുക, ബിയുമായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുക, അവന്മാർ പോകത്തില്ല. എ ആരെ വിട്ടുകൊടുക്കത്തില്ല, ബിയെ വിട്ടുകൊടുക്കത്തില്ല. എന്നാൽ എയും ഇയും തങ്ങളിൽ, ഞാൻ പറഞ്ഞു ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് എന്താണ് അസോസിയേറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എയും ഇയും തങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് വിചാരിക്കുക. പക്ഷെ ഇവിടെ ഒന്ന് ചിന്തിച്ച് നോക്കുക, എയും ഇയും ദൂരെ ദൂരെ ഇരിക്കുകയാണ് ആണല്ലോ. അപ്പോൾ ബിയെ കാട്ടിലും ദൂരം അവിടെ ഉണ്ട്, ഇയുടെ കേസിലുണ്ട്. അപ്പോൾ ഇക്ക് അവിടെ ഇയെ വിട്ടുകൊടുക്കാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ടല്ലേ. ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്, നിങ്ങൾ കൺഫ്യൂഷൻ ആക്കണ്ട. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത്രയും മാത്രം ഒന്ന് ചിന്തിച്ചു വെക്കുക. ഒരു ക്രോമസോമിനകത്ത് കാണപ്പെടുന്ന ജീനുകൾക്കിടയിൽ ഉള്ള ഫിസിക്കൽ അസോസിയേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിങ്കേജ്. അങ്ങനെയുള്ള ജീനുകളെ ലിങ്ക്ഡ് ജീനുകൾ എന്ന് പറയുന്നു. ഓക്കെ ആന്നേ. ഇനി അടുത്ത നോക്കിക്കേ, ലിങ്ക്ഡ് ജീൻസ് ഡു നോട്ട് ഷോ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, മറക്കരുത്. ലിങ്ക്ഡ് ജീനുകൾ ഒരിക്കലും ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് കാണിക്കുകയില്ല. അതായത് ക്രോസിംഗ് ഓവർ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു അല്ലേ. അതായത് നമുക്കറിയാം മ്യോസിസ് നടക്കുന്ന സമയത്ത് ക്രോസിംഗ് ഓവർ നടക്കും. ഹോമോലോഗസ് ക്രോമസോമുകളിൽ നടക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഇവൻ്റ് ആണ് ക്രോസിംഗ് ഓവർ. അപ്പോൾ ക്രോസിംഗ് ഓവർ നടക്കുന്നതിൻ്റെയൊക്കെ ഫലമായിട്ട് നമുക്ക് പുതിയൊരു കോമ്പിനേഷൻ കിട്ടുകയാണ്, റീകോമ്പിനേഷൻ കിട്ടുകയാണ്, ബിക്കോസ് ഓഫ് ദ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ഇത് തന്നെയല്ലേ നമ്മുടെ മെന്റലും പറഞ്ഞ കാര്യം. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത്രത്തോളം ആ ഒരു ക്രോമസോമിനകത്തിരിക്കുന്ന ജീനുകൾ ലിങ്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ, ലിങ്ക്ഡ് ജീനുകളാണെങ്കിൽ അവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വിട്ടുകൊടുക്കാൻ പറ്റുമോ? ജീനുകൾ അവിടെ നിന്ന് ഇളകി പോകൂ? ഇല്ല. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചേ ഉള്ളൂ, ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക, ക്രോസ് ഓവർ ചെയ്യുമ്പോൾ ഈ ജീൻ അപ്പുറത്തോട്ടും ഈ ജീൻ അപ്പുറത്തോട്ട് പോകും എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അല്ലേ. അപ്പോൾ പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലിങ്കേജ് കുറവെന്നല്ലേ മക്കളെ അർത്ഥം. അപ്പോൾ അവിടെ നിങ്ങൾ ചിന്തിക്കുക, ലിങ്കേജ് കുറവാണെന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്, ക്രോസിംഗ് ഓവർ നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്, അതായത് പുതിയൊരു കോമ്പിനേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതേസമയം ഞാനിങ്ങനെ പിടിച്ചു വെച്ചേക്കുക, ജീൻ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുക, വിടുന്നില്ല, നീ പോണ്ടെന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചേക്കുക, ഈ ജീനുകളെ ഞാൻ വിടുന്നില്ല. ജീനുകളെ വിട്ടുകൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് നടക്കത്തില്ല. ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് നടന്നില്ല എന്നുണ്ടെങ്കിൽ ക്രോസിംഗ് ഓവർ നടക്കുന്നില്ല, ക്രോസിംഗ് ഓവർ കുറയുന്നു എന്ന് ചിന്തിക്കുക. ക്രോസിംഗ് ഓവർ നടന്നില്ല എന്നുണ്ടെങ്കിൽ പുതിയൊരു കോമ്പിനേഷൻ ഉണ്ടാവത്തില്ല, റീകോമ്പിനേഷൻ നടക്കില്ല അല്ലേ. അപ്പോൾ ലിങ്കേജിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുക. പുതിയൊരു കോമ്പിനേഷൻ ഉണ്ടാകണമെങ്കിൽ അവിടെ ലിങ്കേജ് കുറവായിരിക്കണം, ഡിസ്റ്റൻസ് കൂടുതലായിരിക്കണം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, റീകോമ്പിനേഷൻ എന്താ? ഇറ്റ് ഈസ് ദ ജനറേഷൻ ഓഫ് നോൺ പാരന്റൽ ജീൻ കോമ്പിനേഷൻ. അതായത് പാരൻസ്, ഇപ്പം നമുക്കറിയാം നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഉറപ്പായിട്ടും ക്യാരക്ടേഴ്സ് നമ്മുടെ ബോഡിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾ അതേ ക്യാരക്ടർ തന്നെയാണ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. നമ്മൾ പുതിയൊരു ഇൻഡിവിജ്വലാണ്, നമുക്ക് നമ്മുടേതായിട്ടൊരു ഐഡൻറ്റിറ്റി ഉണ്ട്, നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്വഭാവ സവിശേഷതകളുണ്ട്. അപ്പോൾ അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം? ബിക്കോസ് അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, നമ്മളുടെ കേസിൽ നമ്മളെന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ ഫോം ചെയ്യുന്ന സമയത്ത് എന്ത് നടന്നിട്ടുണ്ടാവും? ഉറപ്പായിട്ടും ക്രോസിംഗ് ഓവർ നടന്നിട്ടുണ്ട്. ആ ക്രോസിംഗ് ഓവർ നടന്നതിൻ്റെ ഫലമായിട്ട് ഉറപ്പായിട്ടും അവിടെ എന്ത് നടന്നു? റീകോമ്പിനേഷൻ നടന്നു. പുതിയൊരു കോമ്പിനേഷനാണ് നമ്മളെന്ന് പറയുന്നത്. അതായത് പാരൻസിൻ്റെ അതേ കോമ്പിനേഷൻ ഉണ്ടായ നമ്മളൊക്കെ ക്ലോൺ ആയിപ്പോവും, അതുപോലെ തന്നെ ഇരിക്കും അല്ലേ. അതായത് ഇപ്പോൾ അമ്മയെ പോലെ ആണെങ്കിൽ അമ്മയെ പോലെ തന്നെ ഇരിക്കും, അതിൻ്റെ ഒരു ക്ലോൺ ആയിപ്പോവും നമ്മൾ അല്ലേ. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, അച്ഛൻ്റെയും ക്യാരക്ടർ നമുക്കുണ്ട്, അമ്മയുടെയും ക്യാരക്ടർ നമുക്കുണ്ട്, ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് പുതിയൊരു ക്യാരക്ടറാണ് നമ്മൾ അല്ലേ. അപ്പോൾ ആ ഒരു പുതിയൊരു ക്യാരക്ടർ ഉണ്ടായി എന്ന് പറയുന്നത് തന്നെ എന്താ? ഇറ്റ്സ് റീകോമ്പിനേഷൻ, പുതിയൊരു കോമ്പിനേഷനാണ് അല്ലേ. അപ്പോൾ നോക്കി, റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് ദ ജനറേഷൻ ഓഫ് നോൺ പാരന്റൽ ജീൻ കോമ്പിനേഷൻ. പാരൻസിൻ്റെ കോമ്പിനേഷൻ തന്നെയാണോടാ നമുക്കുള്ളേ? അല്ല, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റം സംഭവിക്കുന്നുണ്ട് അല്ലേ. നോൺ പാരന്റൽ ജീൻ കോമ്പിനേഷനാണ് നമുക്കുണ്ടാവുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് പുതിയൊരു കോമ്പിനേഷൻ ഉണ്ടായത്. മക്കളെ, അതേ ആടാ നമ്മൾ എന്തെന്ന് പറയുക? റീകോമ്പിനേഷൻ എന്ന് പറയാം. Recombination occurs due to independent assortment or crossing over. അതായത് ക്രോസിംഗ് ഓവർ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് നടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് എന്ത്? പുതിയൊരു കോമ്പിനേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ 2-3 ടേംസ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം അങ്ങോട്ടേക്കും ഇങ്ങോട്ടും തിരിഞ്ഞു പോവല്ലേ, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിങ്കേജ് എന്താണ്? റീകോമ്പിനേഷൻ എന്താണ്? റീകോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ക്രോസിംഗ് ഓവർ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റിൻ്റെ ഫലമാണ്. ക്ലിയർ ആണേ? ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഞാൻ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ചിന്തിക്കും. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് നമ്മുടെ മോർഗൻ തെളിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ടേ എന്നുള്ള കേസ് വരെ പറഞ്ഞ് നിർത്തിയേച്ച് ഞാൻ 2-3 ടേംസ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയതാണ്. ഓക്കെ, ലിങ്കേജ് എന്താ, റീകോമ്പിനേഷൻ എന്താ, ക്രോസിംഗ് ഓവർ എന്താ എന്നൊക്കെ പറഞ്ഞു.
ഇനി നമ്മുടെ മോർഗൻ എന്താ ചെയ്തതെന്ന് പഠിക്കണം. മോർഗൻ എക്സ്പെരിമെൻ്റ് ചെയ്തിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. മോർഗൻ എക്സ്പെരിമെൻ്റ് ചെയ്തത് ആരിലാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ആരിലാണ്? നമ്മുടെ ഡ്രോസോഫില മെലാനോഗാസ്ട്ര അഥവാ ഫ്രൂട്ട് ഫ്ലൈയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രൂട്ട് ഫ്ലൈയുടെ എക്സ് ക്രോമസോമിനകത്താണ് കേട്ടോ അദ്ദേഹം എന്ത് ചെയ്തത്, ഈ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാൻ കാരണമായ എക്സ്പെരിമെൻ്റ് ചെയ്തത് എക്സ് ക്രോമസോമുമായി ബന്ധപ്പെട്ടത്. അതൊന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കണേ. അപ്പോൾ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യുക. ഈ പറയുന്ന ഫ്രൂട്ട് ഫ്ലൈയുടെ എക്സ് ക്രോമസോമുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മുടെ മോർഗൻ എക്സ്പെരിമെൻ്റ് ചെയ്തത്. ഇനി ശ്രദ്ധിക്കാം. മോർഗൻ നമ്മുടെ ഫ്രൂട്ട് ഫ്ലൈയുടെ 3 ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്തു. നമ്മുടെ മെൻഡൽ പീ പ്ലാന്റുമായി ബന്ധപ്പെട്ട് എത്ര ക്യാരക്ടർ സെലക്ട് ചെയ്ത് 7 എണ്ണമാണെങ്കിൽ മോർഗൻ ഇവിടെ എത്ര ക്യാരക്ടർ സെലക്ട് ചെയ്തത്? 3 എണ്ണമാണ് സെലക്ട് ചെയ്തത്. ഏതൊക്കെയാ? ബോഡി കളറ്, ഐ കളറ്, വിങ് ടൈപ്പ്. ഓക്കെ, ഏതൊക്കെയാണ്? ബോഡി കളറ്, ഐ കളറ്, വിങ് ടൈപ്പ്. ഇതിനകത്തും അദ്ദേഹവും എന്തെടുത്തു? ഡോമിനൻ്റ് ക്യാരക്ടറും എടുത്തു, റെസസീവ് ക്യാരക്ടറും എടുത്തു. നമ്മൾ മെൻ്റൽ എടുത്തില്ലയോടാ, അതുപോലെ തന്നെ ഇവരും എന്ത് ചെയ്തു? ഡോമിനൻറ്റും റെസസീവും എടുത്തു. ബോഡി കളറിൻ്റെ കേസിൽ ഡോമിനൻ്റ് ആയിട്ട് കണ്ട കളറ് ബ്രൗണും റെസസീവായിട്ട് കണ്ട കളറ് യെല്ലോയുമായിരുന്നു. ഐ കളറിൻ്റെ കേസിൽ ഡോമിനൻ്റ് ആയിട്ട് കണ്ട കളറ് റെഡ് കളറും റെസസീവായിട്ട് കണ്ട കളറ് വൈറ്റുമായിരുന്നു. വിങ് ടൈപ്പ്, വിങ്സിൻ്റെ കേസിൽ അത് എങ്ങനെയുള്ള വിങ്ങാണ്? നോർമൽ ആയിട്ടുള്ള വിങ് ആണോ അതോ അതായിരുന്നു ഡോമിനൻ്റ്. മിനിയേച്ചർ സ്മോൾ സൈസ്ഡ് വിങ് ആണെങ്കിൽ അതെന്താണ്? റെസസീവ് ആയിരുന്നു. ഓക്കെ, അങ്ങനെ പ്രധാനപ്പെട്ട ഒരു 3 ക്യാരക്ടറാണ് നമ്മുടെ മോർഗൻ ഡ്രോസോഫിലയിൽ സെലക്ട് ചെയ്തത്. ഇനി നമ്മൾ മെൻ്റലെ ഈ പറയുന്ന അലീലുകൾ എഴുതിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതായത് ഡോമിനൻ്റ് ആണെങ്കിൽ അദ്ദേഹം ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തിരുന്നു, അല്ലേ? ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തു. റെസസീവിന് അദ്ദേഹം എന്താ യൂസ് ചെയ്തത്? സ്മോൾ ലെറ്റർ യൂസ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ടോൾ എന്ന് പറയുന്നു. അത് മെൻ്റൽ സെലക്ട് ചെയ്ത ഒരു എക്സാമ്പിൾ പറയുകയാണ്. സ്റ്റെം ഹൈറ്റിനെ ബേസ് ചെയ്ത് നമ്മൾ പറയുവാണെങ്കിൽ ടോൾ ക്രോസ് ഡ്വാർഫാണ് നമ്മൾ എടുക്കുന്നത്. മോണോ ഹൈബ്രിഡ് ക്രോസ് അങ്ങ് പറയുകയാണെ ടോൾ ക്രോസ് ഡ്വാർഫാണ് നമ്മൾ മെൻ്റൽ എടുത്ത ഒരു കേസ് പറയുവാണെങ്കിൽ അദ്ദേഹം ഇത് ഡോമിനൻ്റ് ആരാണോ ആ ഡോമിനൻറ്റിൻ്റെ കേസിലെ എന്താണ്? ടോൾ, അതിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്? ഇവിടെ അക്ഷരമായിട്ട് സെലക്ട് ചെയ്തത്. ഓക്കെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ടോളിന് ഞാൻ ക്യാപിറ്റൽ ടി എന്നും എടുത്തു. അതിൻ്റെ തന്നെ സ്മോൾ ലെറ്ററാണ് നമ്മൾ ഡ്വാർഫിന് സെലക്ട് ചെയ്തത്. എന്തുകൊണ്ട് ഡി എടുത്തില്ല? നിങ്ങൾ ആരെങ്കിലും അത് ശ്രദ്ധിച്ചിരുന്നോ? ടോളിൻ്റെ ടി തന്നെയല്ലേ നമ്മളിവിടെ സെലക്ട് ചെയ്തത്. അദ്ദേഹം എന്താണ്? ഡ്വാർഫിൻ്റെ ഡി അല്ല എടുത്തത്. അദ്ദേഹം എന്താ ചെയ്തത്? അത് അദ്ദേഹമാണ് ആദ്യമായിട്ട് ജെനറ്റിക്സിൽ ഈ ഒരു റൂളും അല്ലെങ്കിൽ കാര്യങ്ങളും കൊണ്ടുവരികയൊക്കെ ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യുക്തിക്കനുസരിച്ച് അദ്ദേഹം സെലക്ട് ചെയ്തതാണ് ഡോമിനൻ്റ് ആയ ടോളിൻ്റെ ആദ്യത്തെ അക്ഷരം. ആരാണോ ഡോമിനൻ്റ് വരുന്നത് അദ്ദേഹത്തെ ആ ഒരു ക്യാരക്ടറിൻ്റെ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ, അതിൻ്റെ തന്നെ സ്മോൾ ലെറ്റർ റെസസീവായിട്ടും എടുത്തു. ഇതായിരുന്നു മെൻ്റലിൻ്റെ ഐഡിയ. ഓക്കെ, മോർഗൻ ഇങ്ങനെയല്ല ചിന്തിച്ചത്. മോർഗൻ ഒരു കാര്യം ഇപ്പം ഞാനാണ് മോർഗനെങ്കിൽ ഞാൻ കണ്ടുപിടിക്കുന്ന കാര്യം എങ്ങനെയെങ്കിലും നിങ്ങൾ എത്തിക്കണം. ഇത്തിരി എന്തെങ്കിലും വെറൈറ്റി ആർക്കും ഇഷ്ടമല്ലാതെ വെറൈറ്റി ആയിട്ട് ആരും ചിന്തിച്ചു? മോർഗനും ചിന്തിച്ചു. മെൻ്റലിൻ്റെ പാത്തല്ല മോർഗൻ ഫോളോ ചെയ്തത്. ഓക്കെ, മോർഗൻ എന്താ ചെയ്തതെന്നറിയോ? റെസസീവിൻ്റെ അക്ഷരമാണ് എടുത്തത്. മെൻ്റൽ എന്താ ചെയ്തേ? ഡോമിനൻറ്റിൻ്റെ ആദ്യത്തെ അക്ഷരമല്ലോടെ എടുത്തത്. അങ്ങനെ ആയിരുന്നെങ്കിൽ മെൻ്റൽ അനുസരിച്ചാണെങ്കിൽ ബി എടുക്കണം, ആർ എടുക്കണം, എൻ എടുക്കണം, അല്ലേ? പക്ഷേ ഇദ്ദേഹം നമ്മുടെ ഈ ഒരു മോർഗൻ ചെയ്തത് നിങ്ങൾ ശ്രദ്ധിക്കുക. മോർഗൻ ഇവിടെ അക്ഷരങ്ങളായിട്ട് സെലക്ട് ചെയ്തത് റെസസീവിൻ്റെ ആദ്യ അക്ഷരമാണ്. അതായത് ഇവിടെ നോക്കിക്കേ, റെസസീവിൻ്റെ കേസ് ഇവിടെ എല്ലോ ആകുമ്പോൾ അതിൻ്റെ ആദ്യത്തെ അക്ഷരം ഏതാ? വൈ അല്ലേ? അപ്പോൾ അദ്ദേഹം വൈ എടുത്തു. ഇവിടുത്തെ കേസിൽ വൈറ്റ് ആകുമ്പം ഡബ്ല്യു എടുത്തു. ഇവിടുത്തെ കേസിൽ അദ്ദേഹം മിനിയേച്ചർ ആയപ്പം എം അല്ലേ വരേണ്ടത്, അപ്പോൾ എം എടുത്തു. ക്ലിയർ ആയപ്പോൾ റെസസീവിൻ്റെ ആദ്യത്തെ അക്ഷരം എടുത്തു. എന്നിട്ട് അത് ഡോമിനൻറ്റിൽ വരുമ്പോൾ അദ്ദേഹം എന്താ ചെയ്തതെന്നറിയോ? ഇവിടെ എന്താണോ എടുത്തത് അതിനെല്ലാം ഒരു പ്ലസ് സൈനും കൂടെ കൊടുത്തു. അപ്പോൾ ഇവിടെ എന്ത് വരും? വൈ പ്ലസ്, ഇവിടെ ഡബ്ല്യു പ്ലസ്, ഇവിടെ എം പ്ലസ്. ക്ലിയർ ആയോ? ഇവിടെ റെസസീവിൻ്റെ അക്ഷരങ്ങൾ സെലക്ട് ചെയ്തു, എന്നേച്ച് അതിന് എല്ലാം പ്ലസ് ഇട്ട് സൈൻ കൊടുത്തു. അതായിരിക്കും എന്തെന്ന് പറയുന്നത് ഡോമിനൻ്റ് ആക്കി അദ്ദേഹം എടുത്തത്. ക്ലിയർ ആയോ? അക്ഷരങ്ങൾ എങ്ങനെ എടുക്കുന്നതെന്ന് മനസ്സിലായോ? ഓക്കെ, ഇനി ബാക്കി നോക്കിക്കേ. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു അദ്ദേഹം എക്സ് ക്രോമസോമുമായി ബന്ധപ്പെടുത്തിയിട്ട് സ്റ്റഡി ചെയ്തതെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതാണ് കേട്ടോ ഇവിടെ പറയണത്. മോർഗൻ carried out several dihybrid crosses in Drosophila to study the sex-linked ജീനുകൾ. അതായത് അദ്ദേഹം ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ടാണ് ഇവിടെ പോയെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഡ്രോസോഫിലയുടെ സെക്സ് ലിങ്ക്ഡ് ജീനുകളാണ് എടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സ് ക്രോമസോമുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്തത്. അപ്പോൾ എക്സ് ക്രോമസോമിനകത്ത് അടങ്ങിയിരിക്കുന്ന ജീനുകളെയാണ് അദ്ദേഹം ഇവിടെ സ്റ്റഡിക്ക് വേണ്ടി സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇവിടെ സെക്സ് ലിങ്ക്ഡ് ജീനുകൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക, എക്സ് ക്രോമസോമുമായി ബന്ധപ്പെട്ട ജീനുകളാണ്. അതുകൊണ്ട് എക്സ് ലിങ്ക്ഡ് എന്നും കൂടെ ഓർത്ത് വെച്ചിരിക്കുക. എക്സ് ലിങ്ക്ഡ് ജീനുകളെ കുറിച്ചിട്ടാണ് അദ്ദേഹം സ്റ്റഡി ചെയ്തത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഒരു 3 ക്യാരക്ടർ അദ്ദേഹം സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന്. അതിൽ 2 ക്രോസുകളെ കുറിച്ചാണ് നമ്മുടെ NCERT ടെക്സ്റ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഈ 2 ക്രോസ് എന്ന് പറഞ്ഞു വെച്ചാൽ അദ്ദേഹം ഇങ്ങനെയാണ് ചെയ്തത്.
അതായത് ഈ 3 കണ്ടീഷൻ, എ, ഇത് ഞാൻ എ എടുക്കുന്നു, ഇത് ഞാൻ ബി എന്ന് എടുക്കുന്നു, ഇത് ഞാൻ സി എന്ന് എടുക്കുന്നു. ബോഡി കളർ എ, ഐ കളർ ബി, എന്താണ് വിങ് ടൈപ്പ് സി. അപ്പോൾ അദ്ദേഹം എങ്ങനെയൊക്കെ ചെയ്തു എന്നറിയോ? എ ക്രോസ് ബി ചെയ്തു, പിന്നെ ബി ക്രോസ് സി ചെയ്തു, പിന്നെ ഏതാ എ ക്രോസ് സി. ഇങ്ങനെയാണ് അദ്ദേഹം സ്റ്റഡി ചെയ്തത്. അപ്പോൾ എത്ര ക്രോസ് അദ്ദേഹം ചെയ്തു? അതായത് ബോഡി കളറും ഐ കളറും കൂടെ ചേർത്ത് അദ്ദേഹം ഒരു ക്രോസ് ചെയ്തു. പിന്നെന്താ, ഐ കളറും വിങ് ടൈപ്പും കൂടെ ബേസ് ചെയ്ത് അദ്ദേഹം ഒരു ക്രോസ് ചെയ്തു. പിന്നെ ബോഡി കളറും വിങ് ടൈപ്പിനെയും ബേസ് ചെയ്തു അദ്ദേഹം എന്ത് ചെയ്തു? ക്രോസ് ചെയ്തു. പക്ഷേ നമ്മുടെ NCERT ടെക്സ്റ്റിൽ നമുക്ക് 2 ക്രോസുകളാണ് എക്സാമ്പിളായിട്ട് പഠിക്കാനുള്ളത്, ക്രോസ് 1ഉം ക്രോസ് 2ഉം. ഓക്കെ, അതായത് ക്രോസ് 1 എന്ന് പറയുമ്പോഴത്തേനും അവിടെ എന്തായിരിക്കും ഈ പറയുന്ന ബോഡിയുടെ കേസ് അല്ലേ, ബോഡി കളറും ഐ കളറും കൂടെ ചേർത്തിട്ട്. പിന്നെ എന്താ പറയുന്നത്, രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോഴത്തേനും ഐ കളറും എന്താണ് വിങ്സിൻ്റെ കേസും. ഓക്കെ, അങ്ങനെ 2 ക്രോസാണ് നമ്മുടെ NCERT ടെക്സ്റ്റ് എക്സാമ്പിളായിട്ട് നൽകിയേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് 2 കൂടെ കൊടുത്തേക്കുന്നത്. ഓക്കെ ആണേ. ഇനി നമ്മുടെ NCERT ടെക്സ്റ്റിൽ ഒരു ഫിഗർ ഉണ്ട്, അതാണ് ഈ ഒരു ഡയഗ്രാം. ഈ ഒരു ഫിഗർ അത് ക്രോസ് 1നെ ബേസ് ചെയ്തിട്ടുള്ള ഫിഗർ, ഇതും ക്രോസ് 2 രണ്ടാമത്തെ കേസ് പറഞ്ഞില്ലേ. അപ്പോൾ ക്രോസ് 2നെ കുറിച്ചുള്ള ഫിഗറുമാണ് ഇത്. ഇത് സാധാരണഗതിയിൽ കുഞ്ഞുങ്ങൾക്ക് വളരെയധികം പാടായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. സത്യത്തിൽ ഇത് എളുപ്പമാണ്, ഈ സംഗതി എളുപ്പമാണ്. അപ്പോൾ എന്തുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ നോക്കടാ, ഇവിടെ ക്രോസ് എ എന്ന് പറയുമ്പോൾ എന്തിനെ ബേസ് ചെയ്താ? ക്രോസ് എ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. ക്രോസ് എ എന്ന് പറയുമ്പോഴത്തേനും ബോഡിയുടെ കളറും ഐ കളറും അല്ലേ, ആ ബോക്സിനകത്ത് അങ്ങനെയല്ലേ പറയണേ, ബോഡി കളറും ഐ കളറും. പിന്നെന്താ പറഞ്ഞേക്കുന്നത്, ക്രോസ് 2 എന്ന് പറയുമ്പോഴത്തേനും ഐ കളറും വിങ്ങിൻ്റെ ആ ഒരു ഷേപ്പും അല്ലേ, വിങ്ങിൻ്റെ ടൈപ്പും അല്ലേ, വിങ്ങിൻ്റെ ടൈപ്പും അതാണല്ലോ, അങ്ങനെയാണല്ലോ പറഞ്ഞേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ക്രോസ് എ ഞാൻ ഇവിടെ എഴുതാണ്, ക്രോസ് എ എന്തിനെ ബേസ് ചെയ്താൽ പറഞ്ഞേക്കുന്നത്? ക്രോസ് എ എന്ന് പറയുമ്പോഴത്തേനും ബോഡി കളർ ക്രോസ് ഐ കളർ, ബോഡി കളറും ഐ കളറും കൂടെ ചേർത്താണ് അവരെടുത്തേക്കുന്നത് അല്ലേ, ബോഡി കളറും ഐ കളറും കൂടെ ചേർത്തിട്ടാണ് അവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒരുമിച്ചാണ് കേട്ടോ എടുത്തേക്കുന്നത്. അത് മോണോ ഹൈബ്രിഡ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കരുതേ, അത് ഡൈ ഹൈബ്രിഡ് ക്രോസ് ആണ് കേട്ടോ അവർ ചെയ്തത്. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതിയാൽ ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു കളയും. അപ്പോൾ ഒരുമിച്ചെടുക്കാം. ഓക്കെ, ബോഡി കളറും ഐ കളറും കൂടെ സെലക്ട് ചെയ്തു. പിന്നെ ക്രോസ് ബി എന്ന് പറയുമ്പോഴത്തേനും അവരെങ്ങനെയാണ് സെലക്ട് ചെയ്തതെന്ന് നോക്കിക്കേ. ക്രോസ് ബി എന്ന് പറയുമ്പോഴത്തേനും അവരെടുത്തിരിക്കുന്നത് ആ ഒരു വിങ്ങിൻ്റെ കേസും അല്ല, ഐ കളറും വിങ്ങിൻ്റെ കേസും അല്ലേ, ഐ കളറും വിങ്ങിൻ്റെ ടൈപ്പും വിങ് ടൈപ്പും. ഇതാണ് നമുക്ക് ക്രോസ് എയും ക്രോസ് ബിയിലും കാണാൻ പറ്റുന്നത്. ഓക്കെ ആണേ. അപ്പോൾ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ഇത് എന്താണ് ഇവർ ഈ കാണിച്ച് വെച്ചേക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ക്രോസ് എ മകളെ, ക്രോസ് എ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? അത് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. പാരൻസിൻ്റെ കേസ് തന്നിട്ടുണ്ട്. യെല്ലോ വൈറ്റ് എന്ന് പറയുമ്പോഴത്തേനും ബോഡിയുടെ കളറ് യെല്ലോയും ഐയുടെ കളറ് വൈറ്റും ഉള്ള ഫീമെയിലും, അതോടൊപ്പം തന്നെ വൈൽഡ് ടൈപ്പ്. മക്കളെ, വൈൽഡ് ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഡോമിനൻറ്റിനെയാണ് വൈൽഡ് ടൈപ്പ് എന്ന് പറയുന്നത്. ഡോമിനൻറ്റിനെയാണ് കേട്ടോ നമ്മൾ വൈൽഡ് ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്, മറക്കരുതേ. കാരണം പ്ലസ് സൈൻ നിങ്ങൾക്ക് കണ്ടൂടെ, പ്ലസ് സൈൻ വരുമ്പോൾ അതെന്താ? ഡോമിനൻ്റ്. അപ്പോൾ ഡോമിനൻറ്റിനെയാണ് ഈ വൈൽഡ് ടൈപ്പ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവിടെ എന്താ? മെയിൽ അവിടെ ഡോമിനൻ്റ് ആണ്. ഓക്കെ, മെയിൽ എന്ന് പറയുന്നത് അവിടെ ഡോമിനൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ ആ സിമ്പിൾസ് നമുക്ക് അതുപോലെ തന്നെ കൊടുക്കാം അല്ലേ, YW Y+W. അപ്പോൾ നമുക്കതങ്ങ് കൊടുത്തേക്കാം. ക്രോസ് എഴുതാം. ഫീമെയിലിൻ്റെ കേസിൽ ഫീമെയിൽ ക്രോസ് മെയില്. അപ്പോൾ നമുക്ക് തന്നേക്കുന്നത് ഫീമെയിൽ എങ്ങനെയായിരുന്നു? എങ്ങനെയായിരുന്നു? YW അല്ലേ. നമുക്ക് തന്നിരിക്കുന്നത് അതുപോലെ. അപ്പം ഫീമെയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം X ആണ്. അപ്പോൾ XYW, രണ്ട് ക്രോം X ലിങ്ക്ഡ് അല്ലേ, അപ്പോൾ XYW. ക്ലിയർ ആയോ? XYW. മെയിൽ ആകുമ്പോഴത്തേനും അതെങ്ങനെ വരും? മെയിൽ ആകുമ്പോൾ നമുക്കറിയാം മെയിലിൻ്റെ ക്രോമസോം പറഞ്ഞ മക്കളെ എക്സും വൈയും വരും. എക്സിൽ മാത്രമാണ് നമുക്കിത് നോക്കേണ്ടത്. അപ്പോൾ മെയിലിൻ്റെ കേസിൽ നോക്കിക്കേ, എന്താ? Y+W+ അല്ലേ, അത് എക്സിൽ മാത്രം കൊടുത്താൽ പോരെ. Y ക്രോമസോം ലിങ്ക്ഡ് അല്ല അദ്ദേഹം എക്സ്പെരിമെൻറ്റ് ചെയ്തത്. അപ്പോൾ Y+W+, വൈയിലില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്രോസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ F1 ജനറേഷൻ വരയ്ക്കാനായിട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഗാമേറ്റ്സ് എഴുതണം അല്ലേ. അപ്പോൾ പൈനറ്റ് സ്ക്വയർ വരച്ച് നമുക്കതിനകത്തേക്ക് ഗാമേറ്റുകൾ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫീമെയിലിനെയും ഇവിടെ നമുക്ക് മെയിൽ ഗാമേറ്റ് വരുന്ന രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗാമേറ്റ് ഫീമെയിലിൻ്റെ കേസിൽ ഗാമേറ്റ് ഇവിടെയും മെയിൽ കേസിൽ ഗാമേറ്റ് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ XYW, ഇവിടെയും XYW. ഇവിടെ നോക്കിയേ, മെയിലിൻ്റെ കേസ് ആകുമ്പോൾ ഇവിടെ XY+W+,
പിന്നെ ഏത് വരും വൈ അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യും, പൈനൽ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളിത് ക്രോസ് ചെയ്യുന്നതൊക്കെ പഠിച്ചിട്ടിരിക്കുക. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. എക്സ് എക്സ്, ഇവിടെയും എക്സ് വൈ വരും, ഇവിടെ എക്സ് എക്സ്, ഇവിടെ എക്സ് വൈ. മക്കളെ ഇവിടെ ഞാൻ രണ്ട് ഗാമേറ്റും സത്യത്തിൽ ഇതിൽ ഒരേപോലുള്ള ഒരെണ്ണം എടുത്താൽ മതി അല്ലേ, അത് നിങ്ങൾക്ക് അറിയാം. പക്ഷേ അവിടെ രണ്ടും എടുത്ത് ചെയ്യുന്നേ ഉള്ളൂ. ഇങ്ങനെ എടുത്താലും നമുക്കൊരു ആൻസറിലേക്ക് തന്നെ എത്തിച്ചേരും കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരുമെന്നറിയോ, ഇവിടെ എക്സ് വൈ ഡബ്ല്യു, എക്സ് വൈ പ്ലസ് ഡബ്ല്യു പ്ലസ്, ഇവിടുത്തെ കേസിൽ എക്സ് എക്സ് വൈ ഡബ്ല്യു വൈ, ഇവിടുത്തെ കേസിൽ എക്സ് വൈ ഡബ്ല്യു എക്സ് വൈ പ്ലസ് ഡബ്ല്യു പ്ലസ്, ഇവിടുത്തെ കേസിൽ എക്സ് വൈ ഡബ്ല്യു വൈ എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ ആണേ. അപ്പോൾ ഇവിടെ നമുക്ക് ഫീമെയിലും മെയിലും നമുക്ക് കിട്ടി. അതെങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നമ്മുടെ ഫിഗറിലോട്ടൊന്ന് പോകാം. ഇതാണ്ട് ഈ ഒരു ഫിഗറിലോട്ട് ക്രോസ് 1 നോക്കുക. ക്രോസ് 1-നകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും പാരൻസായിട്ട് നമ്മൾ ഒരു ഫീമെയിലിനെ ഒരു മെയിലിനെ എടുത്തു. ഫീമെയിൽ ഫ്ലൈയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഫീമെയിലാണ് റെസസീവ്. കാരണം പ്ലസ് ഇല്ല എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, ഫീമെയിലാണ് ഇവിടെ എന്തെന്ന് പറയുന്നത് റെസസീവായിട്ട് എടുത്തേക്കുന്ന ഫീമെയിലാണ് റെസസീവ്. മെയിലാണ് ഇവിടെ പ്ലസ്സിൽ കൊടുത്തേക്കുന്നത്. വൈൽഡ് ടൈപ്പ് എന്ന് ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ, ഡോമിനൻ്റ് ആണേ, ഡോമിനൻ്റ്. ഓക്കെ, ഇനി ഈ രണ്ട്, ഇപ്പം ഇത് ഫീമെയിൽ ആണെങ്കിൽ ഈ ക്രോമസോം എക്സ് ആണ്, ഈ ക്രോമസോം എക്സ്, ഇത് മെയിൽ ആണെങ്കിൽ ഇത് എക്സും ഈ താഴോട്ടുള്ളത് വൈയും ആണ് കേട്ടോ. ക്ലിയർ അല്ലേ. അപ്പം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എക്സിനകത്ത് എക്സ് വൈ ഡബ്ല്യു ഇവിടുത്തെ കേസിൽ എക്സ് വൈ പ്ലസ് ഡബ്ല്യു പ്ലസ് വൈ. ക്ലിയർ. അത് നമ്മൾ ക്രോസ് ചെയ്തപ്പോഴത്തേന് F1 ജനറേഷൻ കിട്ടി. F1 ജനറേഷനിൽ നമുക്ക് ഫീമെയിലും കിട്ടി മെയിലും കിട്ടി. ഫീമെയിൽ ഇവിടെ വൈൽഡ്, ഫീമെയിൽ നമുക്ക് എന്തായിട്ടാണ് കിട്ടിയത്, ഡോമിനൻ്റ് ആയിട്ടാണ് കിട്ടിയത്. നോക്കാം നമുക്ക് അങ്ങനെയാണോ ആൻസർ കിട്ടിയത്. നമുക്ക് രണ്ട് ഫീമെയിലും രണ്ട് മെയിലും, അത് നമ്മൾ രണ്ട് ഗാമേറ്റ് എടുത്തു എന്നുള്ളത് കൊണ്ട്, ഒരേപോലുള്ള രണ്ട് ഗാമേറ്റ് ഞാൻ എക്സ്പെരിമെൻറ്റ് വേണ്ടി എടുത്തു, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഓക്കെ, അത് കുഴപ്പമില്ല, സത്യത്തിൽ ഒന്ന് എടുത്താൽ മതി. ഓക്കെ, പക്ഷേ ഞാനിവിടെ രണ്ടും എടുത്തു, കാരണം ഒറ്റ ടൈം രണ്ടെണ്ണം വെച്ച് ചെയ്തു എന്നേ ഉള്ളൂ, പ്രോബ്ലം ഒന്നും ഇല്ലാതെ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഫീമെയിൽ എനിക്ക് ഡോമിനൻ്റ് ആയിട്ടും ഫീമെയിൽ എനിക്ക് എന്ത് കിട്ടി, ഡോമിനൻ്റ് ഫീനോടൈപ്പ് ഉള്ള രീതിയിൽ കിട്ടി. ഇങ്ങനെ കിട്ടിയോ നോക്ക്, എക്സ് വൈ ഡബ്ല്യു എക്സ് വൈ പ്ലസ് ഡബ്ല്യു പ്ലസ് ഫീമെയിലിൽ എനിക്ക് കിട്ടിയോ നോക്കി. ഇനി അങ്ങനെയാണോ വന്നേ നോക്ക്, ഫീമെയിൽ ആണ്, ഫീമെയിൽ എക്സ് വൈ ഡബ്ല്യു എക്സ് വൈ പ്ലസ് ഡബ്ല്യു പ്ലസ്, ഇങ്ങനെ തന്നെയാണ് എനിക്കും കിട്ടിയത് അല്ലേ. മെയിൽ എങ്ങനെ കിട്ടി, എക്സ് വൈ ഡബ്ല്യു വൈ, അങ്ങനെയാണോ എനിക്ക് വന്നേ നോക്കി. മെയിൽ എക്സ് വൈ ഡബ്ല്യു വൈ, അങ്ങനെ തന്നെ അല്ലയോ എനിക്ക് കിട്ടിയേ. അപ്പോൾ നമ്മുടെ F1 ജനറേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഇവരെ തങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യിപ്പിക്കുക, ക്രോസ് ചെയ്യിപ്പിക്കുക. ഇവരെ തങ്ങളിലാണ് ക്രോസ് ചെയ്യിപ്പിക്കുന്നത്. F1 ജനറേഷൻ തന്നെയല്ലേ നമ്മൾ ക്രോസ് ചെയ്യുക. അപ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, F2 ജനറേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ഈ F1 ജനറേഷനിൽ തന്നെ നമുക്കൊന്ന് ക്രോസ് ചെയ്യിപ്പിച്ച് വെച്ച് F2 ജനറേഷൻ കിട്ടുന്നോ നമുക്ക് നോക്കാം. F2 ജനറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രോസ് ചെയ്യാൻ പോവുകയാണേ. ഏത് ക്രോസാണ്, ഈ കിട്ടിയവരെ നമ്മളിനി എന്ത് ചെയ്യുന്നു, ക്രോസ്, ഈ കിട്ടിയ ആൻസറിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ക്രോസ് ചെയ്യിപ്പിക്കുന്നു. അതായത് ഈ ഫീമെയിലിനെ ഈ മെയിൽ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ക്രോസ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഞാൻ അടുത്ത സ്റ്റൈലിലോട്ട് പോകണു. അപ്പോൾ നോക്കി, ഇവിടെ നമുക്ക് ഫീമെയിൽ, ഇവിടെ നമുക്ക് മെയിൽ എടുക്കാം. അപ്പോൾ ഫീമെയിലിൻ്റെ കേസിൽ എക്സ് എക്സ്, മെയിലാകുമ്പം എക്സ് വൈ. ഫീമെയിലിൻ്റെ കേസിൽ നമുക്ക് കിട്ടിയ എങ്ങനെയായിരുന്നു നോക്കി ആൻസർ, എക്സ് വൈ ഡബ്ല്യു എക്സ് പ്ലസ് വൈ ഡബ്ല്യു പ്ലസ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കാം എക്സ് വൈ ഡബ്ല്യു എക്സ് പ്ലസ് ഡബ്ല്യു പ്ലസ്. മെയിലിൻ്റെ കേസിൽ നമുക്ക് കിട്ടിയ, മെയിലിൻ്റെ കേസിൽ നമുക്ക് കിട്ടിയത് എക്സ് വൈ ഡബ്ല്യു വൈ എന്നല്ലേ. അപ്പോൾ അതിവിടെ കൊടുക്കുന്നു വൈ ഡബ്ല്യു വൈ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇതിനെ എന്ത് ചെയ്യാണ്, ക്രോസ് ചെയ്യാം. അപ്പോൾ ഇതിനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൈനൽ സ്ക്വയർ വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പൈനൽ സ്ക്വയർ വരയ്ക്കണോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഗമേറ്റ്സ് നമുക്കിവിടെ റെപ്രസെൻ്റ് ചെയ്യാം. ഇവിടുത്തെ കേസിലാണെങ്കിൽ എക്സ് വൈ ഡബ്ല്യു എക്സ് വൈ പ്ലസ് ഡബ്ല്യു പ്ലസ്, ഇവിടെ ആവുമ്പോൾ എക്സ് വൈ ഡബ്ല്യു, ഇവിടെ വൈ അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണു, ക്രോസ് ചെയ്യണം. ഓക്കെ, ക്രോസ് ചെയ്യാം. ഇത് ഞങ്ങൾ ക്രോസ് ചെയ്യുന്നു. അപ്പോൾ എക്സ് വൈ ഡബ്ല്യു എക്സ് വൈ ഡബ്ല്യു, ഇതും ഇതുകൂടെ ആവുമ്പോൾ എക്സ് വൈ ഡബ്ല്യു വൈ, ഇതും ഇതുകൂടെ ആവുമ്പോൾ
എക്സ് വൈ പ്ലസ് ഡബ്ല്യു പ്ലസ് എക്സ് വൈ ഡബ്ല്യു ഇതുകൂടെ ആകുമ്പോൾ എക്സ് വൈ പ്ലസ് ഡബ്ല്യു പ്ലസ് വൈ. അപ്പോൾ നമുക്ക് നമ്മുടെ F2 ജനറേഷൻസ് കിട്ടി. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ 4 പേര് നമ്മുടെ നേരത്തെ കണ്ട ഫിഗറിനകത്ത് കൊണ്ടുവന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഫിഗർ നമ്മുടെ NCERT ടെക്സ്റ്റിലെ ഫിഗർ, നമ്മുടെ NCERT ടെക്സ്റ്റിനകത്ത് F2 ജനറേഷൻ നിങ്ങളൊന്ന് എണ്ണി നോക്കിക്കഴിഞ്ഞാൽ 8 പേര് വരുന്നുണ്ട് അല്ലേ. പക്ഷെ നമുക്ക് എത്ര കുഞ്ഞുങ്ങളാണ് കിട്ടിയ ഇവിടെ F2 ജനറേഷനിൽ? നമുക്ക് കിട്ടിയ എത്ര പേര് മാത്രമാണ്? 4 പേര്. അതെന്താ അങ്ങനെ വന്നത് ഇനി പറഞ്ഞുതരാം. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമ്മുടെ NCERT ടെക്സ്റ്റിൽ 4 പേരല്ല 8 പേര് വന്നിട്ടുണ്ടേ. അപ്പോൾ ആ എണ്ണം ഞാനൊന്ന് എഴുതിയേക്കാം. 1 2 3 4 5 6 7 8. അപ്പോൾ 8 പേര് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ കണ്ടുപിടിച്ച 4 പേര്, ഇപ്പം നമ്മളിപ്പോൾ സാധാരണ നോർമലായിട്ട് ചെയ്ത കോമ്പിനേഷൻ്റെ ഫലമായിട്ട് നമുക്ക് 4 പേരെ കിട്ടിയില്ലേ. ആ 4 പേര് ഇതിനകത്തുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് കിട്ടിയതിൽ നോക്കിക്കേ, ഈ പറയുന്ന ഇത്രയും മുകളിൽ കിടക്കുന്ന 4 പേര് ആരാന്നറിയോ? മെയിലാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം വൈ ക്രോമസോം അവിടെ ഉള്ളത് കൊണ്ട് അതെന്താണ്? മെയിലാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു ഏതാ വൈ ക്രോമസോം, എന്നാണ് ഇങ്ങനെ താഴേക്ക് വരുന്നതാണ് വൈ ക്രോമസോം. അപ്പോൾ ഈ 4 പേരിൽ നിങ്ങൾക്ക് അത് ഉണ്ടല്ലോ. അപ്പോൾ ഇതെന്താ? ഇത് മെയിലും താഴെ കിടക്കുന്നവർ മൊത്തം എന്തുമായിരിക്കും? ഫീമെയിലും ആയിരിക്കും. അപ്പോൾ 4 മെയിലും 4 ഫീമെയിലും ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ നമ്മൾ നോർമലായിട്ട് ക്രോസ് ചെയ്ത് വന്നു. F2 ജനറേഷൻ നമ്മൾ 4 പേരെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ 4 പേര് ഇതിനകത്തുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം, ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആ ആൻസർ കിട്ടുമെന്ന് നോക്കാം അല്ലേ. നമ്മൾ ചെയ്ത ക്രോസിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടിയ 4 പേരില്ലേ. അപ്പോൾ ആ 4 പേരിൽ 2 എന്താണ് ഫീമെയിലും ഉണ്ട്, 2 മെയിലും ഉണ്ട് അല്ലേ. അപ്പോൾ ഫീമെയിലിൻ്റെ കേസിൽ എനിക്ക് കിട്ടിയെന്ന് നോക്കിക്കാൻ ആദ്യത്തെ ഫീമെയിൽ എക്സ് വൈ ഡബ്ല്യു എക്സ് വൈ ഡബ്ല്യു അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടോ നോക്കാം. എക്സ് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് 4 ഫീമെയിലാണ്, ഇത് 4 മെയിലാണ്. അപ്പോൾ നമുക്ക് ഫീമെയിലാണ് ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരുന്നു എനിക്ക് കിട്ടിയ? എക്സ് വൈ ഡബ്ല്യു എക്സ് വൈ ഡബ്ല്യു അതല്ലേ നോക്കണേ. അതാണ്ട് എക്സ് വൈ ഡബ്ല്യു എക്സ് വൈ ഡബ്ല്യു. അപ്പോൾ എനിക്കിവിടെ കിട്ടി. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ച് പറഞ്ഞാൽ ശരിയാണ് അല്ലേ, ഒരെണ്ണം കിട്ടി. ഇനി എനിക്ക് പിന്നെ രണ്ടാമത് കിട്ടിയ ഫീമെയിൽ എന്തുമായിരുന്നു നോക്കിക്കേ. രണ്ടാമത്തെ ഫീമെയിൽ എക്സ് വൈ പ്ലസ് ഡബ്ല്യു പ്ലസും എക്സ് വൈ ഡബ്ല്യു രണ്ടും വരുന്ന രീതിയിൽ, പ്ലസും വരുന്നതുണ്ട് നോർമലും വരുന്ന എന്താണ് വൈ ഡബ്ല്യു വരുന്ന രീതിയിലും. അപ്പോൾ അങ്ങനെയുള്ളത് നോക്കണം അല്ല. ഫീമെയിൽ ആകുമ്പോൾ ഇത് മാത്രം നോക്കിയാൽ മതി. രണ്ടും കൂടെ വരുന്നത് ഇവിടെ ഉണ്ട് അല്ലേ. അതാണ്ട് ഇത് എക്സ് വൈ ഡബ്ല്യു ഉണ്ട് അല്ല, എക്സ് വൈ പ്ലസ് ഡബ്ല്യുവും എക്സ് വൈ ഡബ്ല്യു. അപ്പോൾ ഞാൻ രണ്ടാമത് കണ്ടുപിടിച്ചത് ശരിയാണ്. ഇനി 2 പേര് മെയിലാണല്ലേ ഞാൻ കണ്ടുപിടിച്ചത്. ആ 2 മെയിലിൻ്റെ കേസ് കൂടെ നമുക്ക് നോക്കാം. മെയിൽ താണ്ടേ, അതായത് എക്സ് വൈ ഡബ്ല്യു വൈ അല്ലേ. എക്സ് വൈ ഡബ്ല്യു എക്സ് താണ്ടേ എക്സ് വൈ ഡബ്ല്യു വൈ താണ്ടേ. ഇത് വൈ ആണ്, ഇത് എക്സ് ആണ് കേട്ടോ. അപ്പോൾ എക്സ് വൈ ഡബ്ല്യു വൈ കിട്ടിയേ. ഇനി അടുത്ത ഏതാ? ഒരു മെയിൽ കൂടെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. താണ്ടേ ഒരു മെയിൽ ഇതാ, അതായത് എക്സ് വൈ പ്ലസ് ഡബ്ല്യു പ്ലസ് വൈ. അപ്പോൾ നമുക്ക് ഇതിനകത്തുണ്ടോ നോക്കാം. എക്സ് ഇതാണ് എക്സ് വൈ പ്ലസ് ഡബ്ല്യു പ്ലസ് വൈ ഉണ്ട്. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ച 4 പേരെ നമുക്ക് കിട്ടി. പിന്നെ എങ്ങനെ മിസ് ചെയ്താണ്ട് ഇവിടെ അഡീഷണൽ 5 6 7 8 4 പേര് വന്നില്ലേ? അതെങ്ങനെ എന്ന് ചോദിച്ചാൽ നോക്കിക്കേ, അതെങ്ങനെ വരുമെന്ന്. അതായത് ഈ പറയുന്ന എക്സിൻ്റെ കണ്ടീഷൻ, എക്സ് 2 എക്സ് ക്രോമസോം ഇല്ലേ ഫീമെയിലിൽ, ആ ഒരു കണ്ടീഷനിൽ ഞാൻ ഇങ്ങനെ എഴുതാനേ. വൈ ഇവിടെ ഡബ്ല്യു വൈ പ്ലസ് ഡബ്ല്യു പ്ലസ്. അപ്പോൾ ഇവയ്ക്ക് ക്രോസ് ഓവർ നടന്നിട്ടുണ്ടെങ്കിലോ? ക്രോസ് ഓവർ നടന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പറയുന്ന എക്സ് ക്രോമസോമുകളിൽ ഇങ്ങനെ ഒരു മാറ്റം സംഭവിക്കത്തില്ലേ? ചിന്തിച്ച് നോക്ക്. ഇവിടെ വൈ വൈ പ്ലസ്, അപ്പോൾ ഇവിടെ തിരിഞ്ഞു വരും. ഇത് മുകളിലും ഇത് താഴെയും വരും. ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് അല്ലേ. നോക്കിക്കേ, അതായത് എക്സ് വൈ ഡബ്ല്യു പ്ലസ് എക്സ് വൈ പ്ലസ് ഡബ്ല്യു എന്നുള്ള രീതിയിലും എനിക്ക് എന്ത് ചെയ്യാം? ഫീമെയിലിനെ റെപ്രസെൻറ്റ് ചെയ്യാം. മെയിലിനെ ഞാൻ അങ്ങനെ തന്നെ വെച്ചേക്കുവാണ്. മെയിലിനെ ഞാനൊന്നും മാറ്റം വരുന്നില്ല. ഫീമെയിലിൻ്റെ കേസിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ എക്സിൻ്റെ കേസിൽ ഇങ്ങനെ ക്രോസ് ഓവർ സംഭവിച്ചാൽ ആ ക്രോസ് ഓവറിനെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു പുനിറ്റ് സ്ക്വയറും കൂടെ നമ്മൾ വരയ്ക്കുകയാണ്. ഓക്കെ, നമുക്കൊരു പൈൻ സ്ക്വയർ കൂടെ അങ്ങനെ ഒന്ന് വരച്ച് നോക്കാം. അതായത് ഫീമെയിലിൻ്റെ കേസിൽ ഞാൻ താണ്ടെ ഇങ്ങനെയും കൂടെ ഒന്ന് മാറ്റിയിട്ടുണ്ടേ. അപ്പോൾ ഈ ക്രോസ് ഓവറിനെ ബേസ് ചെയ്തിട്ട് ഓക്കെ. അപ്പോൾ അതെങ്ങനെ വരും? എക്സ് വൈ ഡബ്ല്യു പ്ലസ് അതോടൊപ്പം തന്നെ എക്സ് വൈ പ്ലസ് ഡബ്ല്യു അതാണ് ഫീമെയിൽ. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. അതായത് എക്സ് ഇവിടെ എക്സ് വൈ വരും, നമ്മൾ ക്രോസ് ചെയ്യാണ്. അപ്പോൾ ഫീമെയിൽ നമുക്ക് എങ്ങനെയായിരുന്നു വന്നത്? എക്സ് വൈ ഡബ്ല്യു പ്ലസ് എക്സ് വൈ പ്ലസ് ഡബ്ല്യു അങ്ങനെയല്ലോ ഞാൻ എടുത്തേ. നമുക്ക് വൈ പ്ലസ് ഡബ്ല്യു അല്ലേ. അപ്പോൾ മെയിൽ നേരത്തെ പോലെ തന്നെ നോർമൽ, തൊട്ട് മുമ്പ് ചെയ്തതുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, അത് പൈൻ സ്ക്വയർ ഇതിനെ ബേസ് ചെയ്ത് ഓക്കെ, ഇതിനെ ഈ ഒരു കേസിനെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? വരയ്ക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ പൈൻ സ്ക്വയർ വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ
നമുക്ക് എങ്ങനെ വരും? വരയ്ക്കാമല്ലോ. ഇവിടെ ഫീമെയിൽ, ഇവിടെ മെയിലിൻ്റെ കേസ് വരയ്ക്കണം. അപ്പോൾ ഫീമെയിൽ ആകുമ്പോഴത്തേനും നമുക്ക് എങ്ങനെ കിട്ടും? എക്സ് വൈ ഡബ്ല്യു പ്ലസ് ഇവിടെ എക്സ് വൈ പ്ലസ് ഡബ്ല്യു, ഇവിടുത്തെ കേസിൽ എക്സ് വൈ ഡബ്ല്യു, ഇവിടുത്തെ കേസിൽ വൈ. ഓക്കെ ആന്നേ? അപ്പോൾ ഇനി നമുക്കിതൊന്ന് ക്രോസ് ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും? എക്സ് എക്സ് വൈ ഡബ്ല്യു പ്ലസ് വൈ ഡബ്ല്യു, എക്സ് വൈ ഡബ്ല്യു പ്ലസ് വൈ, എക്സ് വൈ പ്ലസ് ഡബ്ല്യു, എക്സ് വൈ ഡബ്ല്യു, എക്സ് വൈ പ്ലസ് ഡബ്ല്യു വൈ. അപ്പോൾ നമ്മൾ ക്രോസിംഗ് ഓവർ വെച്ചിട്ട് ഉള്ള മറ്റൊരു പോസിബിലിറ്റി ഇപ്പം നമ്മൾ നോക്കി അല്ലേ? അപ്പോൾ മറ്റൊരു പോസിബിലിറ്റിയിൽ എനിക്ക് 4 പേരെ കിട്ടിയിട്ടുണ്ടല്ലോ. 2 ഫീമെയിലും ഉണ്ട് 2 മെയിലും ഉണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ ഈ ആൻസർ നമ്മുടെ NCERT ടെക്സ്റ്റിൽ ബാക്കി വന്ന 4 പേരുണ്ടല്ലോ അതിനകത്തുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നോക്കി, എനിക്ക് ഫീമെയിലിൽ വന്ന കേസ് നോക്കിക്കേ, ഇവിടെ അല്ലായിരുന്നോ എനിക്ക് കിട്ടിയ പുതിയ കേസ്. അപ്പോൾ എനിക്ക് പുതിയതായിട്ട് കിട്ടിയ ഈ കേസാണ് ഞാൻ പറയണത്. ഈ പുതിയതായിട്ട് കിട്ടിയ ഈ കേസിനകത്ത് 2 ഫീമെയിലുണ്ട് 2 മെയിലും കിട്ടിയിട്ടുണ്ട്. ഇത് എനിക്ക് എൻ്റെ NCERT ടെക്സ്റ്റിനകത്ത് വന്ന 5, 6, 7, 8 ആ കുഞ്ഞുങ്ങളിൽ ഞാൻ ഈ ചെയ്തത് തന്നെയാണോ വന്നേക്കുന്നത് നമുക്ക് നോക്കാം. നോക്കിക്കേ, ഇവിടുത്തെ കേസിൽ എക്സ് വൈ പ്ലസ് ഡബ്ല്യുവും എക്സ് വൈ ഡബ്ല്യുവും വന്നിട്ടുണ്ട് അല്ലേ? അതൊന്ന് നോക്കിക്കേ. എക്സ് വൈ എന്തായിരുന്നു? എക്സ് വൈ പ്ലസും എക്സ് വൈ ഡബ്ല്യു, എക്സ് വൈ ഡബ്ല്യു പ്ലസ് അല്ലേ? നോക്കിക്കേ, എക്സ് വൈ ഡബ്ല്യു പ്ലസ് ദാണ്ട് ഇവിടെ കിടപ്പുണ്ട് അല്ലേ? ദാണ്ട് ഈ ഒരു കണ്ടീഷൻ നമുക്ക് കിട്ടി. എക്സ് വൈ ഡബ്ല്യു പ്ലസ് എക്സ് വൈ ഡബ്ല്യു കിട്ടിയല്ലോ. ഇനി നമ്മൾ രണ്ടാമത് കണ്ടുപിടിച്ച ആ ഒരു പോസിബിലിറ്റി അല്ലേ? അപ്പോൾ ദാണ്ട് ഇത് നമുക്ക് കിട്ടി. ഇനി എന്താ? എക്സ് വൈ പ്ലസ് ഡബ്ല്യു, എക്സ് വൈ പ്ലസ് ഡബ്ല്യു വരുന്നോ എന്ന് നോക്കണം. എക്സ് വൈ പ്ലസ് ഡബ്ല്യു എന്ത് ചെയ്യേ? എക്സ് വൈ പ്ലസ് ഡബ്ല്യു ആ പോസിബിലിറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ട് ആണല്ലോ. ഇനി അടുത്ത നോക്കിക്കേ, അടുത്തത് എക്സ് വൈയിൽ തന്നെ എക്സ് വൈ ഡബ്ല്യു പ്ലസ്, എക്സ് വൈ മെയിലിൻ്റെ കേസ് നോക്കുക, അതിനകത്ത് എക്സ് വൈ ഡബ്ല്യു പ്ലസ് ഉള്ള കേസ് നോക്കുക. എക്സ് വൈ ഡബ്ല്യു പ്ലസ് അല്ലേ? എക്സ് വൈ ഡബ്ല്യു പ്ലസ് അല്ലേ? എക്സ് വൈ ഡബ്ല്യു പ്ലസ് ഇവിടെ കിട്ടി. ഇനി അടുത്ത ലാസ്റ്റ് പോസിബിലിറ്റി അതുകൂടെ നോക്കിയാൽ മതി. ലാസ്റ്റ് പോസിബിലിറ്റി അതായത് എക്സ് വൈ പ്ലസ് ഡബ്ല്യു വൈ അല്ലേ? വൈ പ്ലസ് വരുന്നോ എന്നുള്ളത് നോക്കിയാൽ മതി. അതായത് വേക്കൻ്റായി കിടക്കുന്ന ആളതാ നോക്കിയാൽ മതി. കണ്ടോ? അപ്പോൾ ഇവിടുത്തെ കേസിൽ വേക്കൻ്റായിട്ട് വൈ പ്ലസ് അല്ലേ വരുന്നത്? അപ്പോൾ ദാണ്ടേ ആ പോസിബിലിറ്റിയും എനിക്ക് കിട്ടി. അതായത് ഞാൻ എന്ത് ചെയ്തു? ക്രോസ് ഓവർ വെച്ചുള്ള 4 പേരെ ഞാൻ കണ്ടുപിടിച്ചു. നോർമലായിട്ട് വരുന്ന 4 പേരെ ഞാനിവിടെ കാണിച്ചു തന്നു. അപ്പോൾ നോർമലായിട്ട് വരുവാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പാരൻ്റൽ ടൈപ്പാണ് നമുക്ക് കിട്ടിയത് അല്ലേ? നോർമലായിട്ട് അവിടെ ക്രോസ് ഓവർ അല്ല, പാരൻറ്റിൻ്റെ അതേപോലത്തെ കേസാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ അത് ഏകദേശം എത്ര ശതമാനം തന്നിട്ടുണ്ട്? 98.7%. അതേസമയം ഞാൻ ഈ പറയുന്നത് പോലെ ക്രോസിംഗ് ഓവർ ചെയ്തു. ക്രോസ് ഓവർ ചെയ്തതിന് ശേഷം പുതിയൊരു കോമ്പിനേഷൻ എനിക്ക് കിട്ടിയേ. അതിൻ്റെ ഫലമായിട്ട് 4 പിള്ളേരെ എനിക്കിവിടെ കിട്ടിയില്ലേ? അത് ഏകദേശം എത്ര ശതമാനമാണ് ഇവിടെ കിട്ടിയേക്കുന്നത്? 1.3%. മക്കൾ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ മോർഗൻ എന്താ പറഞ്ഞതെന്നറിയോ? മോർഗൻ ഈ പറയുന്ന ആദ്യത്തെ ക്രോസ് ഇതുപോലെ ചെയ്തു നോക്കി. ക്രോസ് ചെയ്തു നോക്കിയപ്പോഴത്തേനും പാരൻ്റൽ ടൈപ്പ് ഏകദേശം എത്ര പെർസെൻറ്റേജ് കിട്ടി? 98. പാരൻറ്റിനെ പോലെയുള്ള തന്നെ കുഞ്ഞുങ്ങൾ 98.7%. എന്നാൽ ക്രോസ് ഓവറിൻ്റെ ഫലമായിട്ട് കിട്ടിയത്, അതായത് പുതിയ കോമ്പിനേഷനുള്ള കുഞ്ഞുങ്ങൾ കിട്ടിയത് ഏകദേശം 1.3% മാത്രമാണ്. അതായത് ഇവിടെ റീകോമ്പിനേഷൻ്റെ റേറ്റ് വളരെ 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 കുറവാണ്. ഇത് അദ്ദേഹം ക്രോസ് എയുടെ കേസല്ലേ പറഞ്ഞേ? ഇതുപോലെ അദ്ദേഹം ക്രോസ് ബിയും ചെയ്ത് നോക്കി. അതാണ് കേട്ടോ ഇവിടെ കാണിച്ചേക്കുന്നത്. അത് ക്രോസ് എ ചെയ്ത് അതേപോലെ തന്നെ നിങ്ങളും ക്രോസ് ബി ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ക്രോസ് ബിയും അദ്ദേഹം ചെയ്ത് നോക്കി. ക്രോസ് ബി എന്ന് പറയുമ്പോൾ എന്താ? ഈ കളറിനെ വിങ് ടൈപ്പിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്ത് നോക്കിയത്. ചെയ്ത് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് പാരൻ്റൽ ടൈപ്പ് 62.8%, പുതിയതായിട്ടുള്ള റീകോമ്പിനേഷനുള്ള കുഞ്ഞുങ്ങൾ 37.2% കിട്ടി. അപ്പോൾ നിങ്ങൾ ഈ 2 ക്രോസും ഒന്ന് കമ്പയർ ചെയ്തേ. ക്രോസ് എയും ക്രോസ് ബിയും നമ്മളൊന്ന് കമ്പയർ ചെയ്തപ്പം ക്രോസ് എയ്ക്കകത്ത് റീകോമ്പിനേഷൻ കുറവായിരുന്നു, ക്രോസ് ബിക്കകത്ത് നിങ്ങൾക്ക് റീകോമ്പിനേഷൻ്റെ ആ ഒരു പെർസെൻറ്റേജ് കൂടുതലായിട്ട് കണ്ടു. അപ്പോൾ ഈ പുതിയ റീകോമ്പിനേഷൻ കിട്ടാനുള്ള അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ആ റീകോമ്പിനൻറ്റിനെ കിട്ടാൻ കാരണം എന്തായിരിക്കും? അതായത് പുതിയ വെറൈറ്റിയുള്ള കുഞ്ഞുങ്ങളെ കിട്ടിയല്ലോ നമുക്ക്. അപ്പോൾ അതിനുള്ള കാരണം എന്തായിരിക്കും? അതായത് ഞാൻ നേരത്തെ നിങ്ങൾ ലിങ്കേജ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് പഠിപ്പിച്ച ഓർമ്മയുണ്ടോ? അപ്പോൾ അതും ഈ റീകോമ്പിനേഷൻ ഇവിടെ കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ തന്നെ ലിങ്കേജ് എന്താണ്, റീകോമ്പിനേഷൻ എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മോർഗൻ പറഞ്ഞ കഥ നമുക്കൊന്ന് സമ്മപ്പ് ചെയ്യാം.
മോർഗൻ ഇത്രയും എക്സ്പെരിമെൻറ്റ് കഷ്ടപ്പെട്ട് ചെയ്തല്ലോ. അപ്പോൾ ക്രോസ് എയും ക്രോസ് ബി മാത്രമല്ല മക്കളെ, ക്രോസ് സി അദ്ദേഹം ചെയ്ത് നോക്കി. നമ്മുടെ ഇൻസൈഡ് എക്സ് ഇത് 2 മാത്രമേ കൊടുത്തുള്ളൂ, അതുകൊണ്ടാണ് അത് 2 മാത്രം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ക്രോസ് എ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു, ക്രോസ് ബി ഇതുപോലെ തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഒത്തിരിയും പോകും. അതേ സാധനം തന്നെ ക്രോസ് എ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ് അദ്ദേഹം ക്രോസ് ബിയും ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ എന്താ, ജീൻസ് ഓഫ് വൈറ്റ് ഐ ആൻഡ് യെല്ലോ ബോഡി വെയർ ടൈറ്റ്ലി ലിങ്ക്ഡ് ആൻഡ് ഷോഡ് ഓൺലി 1.3% റീകോമ്പിനേഷൻ. മക്കളെ, അതായത് ആദ്യത്തെ ക്രോസിനകത്ത് ക്രോസ് എക്കകത്ത് നമുക്ക് റീകോമ്പിനേഷൻ എത്രേ കാണാൻ പറ്റുള്ളൂ? 1.3% അല്ലേ കാണാൻ പറ്റുള്ളൂ. അതായത് റീകോമ്പിനേഷൻ വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ അതിനകത്തിരിക്കുന്ന ജീനുകൾ അത്രത്തോളം ടൈറ്റായിട്ട് ഇങ്ങനെ ലിങ്ക് ചെയ്ത് വെച്ചേക്കാം, വിട്ടുകൊടുക്കുന്നില്ല. വിട്ടുകൊടുത്താലല്ലേ പുതിയ കോമ്പിനേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് ചെയ്ത് ക്രോസിങ് ഓവർ നടത്തി എന്ത് ചെയ്യാൻ പറ്റും? പുതിയ കോമ്പിനേഷൻ ഫോം ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവർ വിട്ടുകൊടുക്കുന്നില്ല, അത്രത്തോളം ടൈറ്റ്ലി ലിങ്ക്ഡാണ്. അപ്പോൾ ടൈറ്റ്ലി ലിങ്ക്ഡ് ജീനുകളാണെങ്കിൽ അവിടെ റീകോമ്പിനേഷൻ എങ്ങനെയാണ്? കുറവായിരിക്കും എന്ന് മനസ്സിലായി. ഓക്കെ, എന്നാൽ അടുത്ത രണ്ടാമത്തെ കണ്ടീഷൻ, ബി കണ്ടീഷൻ നമ്മൾ നോക്കിയപ്പോഴോടാ, ക്രോസ് ബി നോക്കിയപ്പോഴോ, വൈറ്റ് ഐ ആൻഡ് മിനിയേച്ചർ വിങ്ങിൻ്റെ ഒക്കെ കേസ് വരുന്ന ആ ഒരു കണ്ടീഷൻ നമ്മൾ നോക്കിയപ്പോഴോ, അവിടുത്തെ റീകോമ്പിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 37.2% റീകോമ്പിനേഷൻ കണ്ടു. അത് റീകോമ്പിനേഷൻ കൂടി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജീനുകൾ എങ്ങനെയാണ്? ലൂസിലി ലിങ്ക്ഡ് ജീനുകളാണ്. ഓക്കെ, ലൂസിലി ലിങ്ക്ഡ് ജീനുകളാണെങ്കിൽ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്, ക്രോസ് ഓവറിന് നടക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്, ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് നടക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്, പുതിയ റീകോമ്പിനേഷൻ ഫോം ചെയ്യും. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ പറയുന്ന എത്രയേ ഉള്ളൂ, ഇവിടെ ലിങ്ക്ഡ് ജീൻസും റീകോമ്പിനേഷനും തമ്മിൽ ബന്ധമുണ്ടെന്ന് നമുക്ക് പറയാം. ടൈറ്റ്ലി ലിങ്ക്ഡ് ജീനുകളാണെങ്കിൽ റീകോമ്പിനേഷൻ കുറയും, ലൂസിലി ലിങ്ക്ഡ് ജീനുകളാണെങ്കിൽ റീകോമ്പിനേഷൻ കൂടും എന്നുള്ളതാണ് ആ മോർഗൻ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ് വഴി കണ്ടുപിടിച്ചത്. ഓക്കെ, അതവിടെ ഞാൻ പറയണേ, ടൈറ്റ്ലി ലിങ്ക്ഡ് ജീൻസ് ഷോ ലോ റീകോമ്പിനേഷൻ. നന്നായിട്ട് ടൈറ്റായിട്ട് ജീനുകൾ ഇങ്ങനെ പിടിച്ച് നിൽക്കുക. അപ്പോൾ അവന്മാർ വിട്ടുകൊടുക്കുമോ? ക്രോസ് ഓവർ നടക്കുമോ? ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് നടക്കുമോ? ഇല്ല. അതുകൊണ്ട് പുതിയ കോമ്പിനേഷൻ ഉണ്ടാവില്ല. ടൈറ്റ്ലി ലിങ്ക്ഡ് ജീനുകളാണെങ്കിൽ റീകോമ്പിനേഷൻ്റെ അളവ് വളരെ കുറവായിരിക്കും. എന്നാൽ ലൂസിലി ലിങ്ക്ഡ് ജീനുകളാണെങ്കിലോടാ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി എളുപ്പമാണ്, പെട്ടെന്ന് പോകും. അപ്പോൾ ലൂസിലി ലിങ്ക്ഡ് ജീനുകളാണെങ്കിൽ അവർ ക്രോസ് ഓവർ നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ റീകോമ്പിനേഷൻ എന്താ? കൂടുതലായിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ നോക്കി, ടൈറ്റ്ലി ലിങ്ക്ഡ് ജീൻസ് ആണെങ്കിൽ ലോ റീകോമ്പിനേഷൻ, ലൂസിലി ലിങ്ക്ഡ് ജീനുകളാണെങ്കിൽ എന്താ? ഹൈ റീകോമ്പിനേഷൻ. അപ്പോൾ നമുക്ക് പറയാം ക്രോസ് എയുടെ കേസിൽ നമുക്ക് റീകോമ്പിനേഷൻ കുറച്ച് കിട്ടി, അതിൻ്റെ കാരണം അവിടെ ടൈറ്റ്ലി ലിങ്ക്ഡ് ജീനുകളാണ്. ക്രോസ് ബിയുടെ കേസിൽ റീകോമ്പിനേഷൻ കൂടുതൽ കിട്ടി, അതിന് കാരണം അവിടെ ലൂസിലി ലിങ്ക്ഡ് ജീനുകളാണ്. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് നമ്മുടെ മോർഗൻ പറഞ്ഞത്. ഇനി മോർഗൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ മോർഗൻ്റെ സ്റ്റുഡൻ്റ് ആണ് ആൽഫ്രഡ് സ്റ്റഡ്വെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ മോർഗൻ്റെ സ്റ്റുഡൻ്റായ ആൽഫ്രഡ് സ്റ്റഡ്വെൻറ്റ് എന്ത് ചെയ്തു എന്നറിയോ? അദ്ദേഹം എന്ത് പറഞ്ഞു നോക്കിയേ, ഹി യൂസ്ഡ് ദ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ബിറ്റ്വീൻ ജീൻ പെയേഴ്സ് ഫോർ മെഷറിംഗ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ജീൻസ് ആൻഡ് മാപ്പ്ഡ് ദെയർ പൊസിഷൻസ് ഓൺ ദ ക്രോമസോം. അതായത് ഇദ്ദേഹം ഈ പറയുന്ന ജീൻ മാപ്പിംഗ് നടത്തി. അതായത് ഈ പറയുന്ന ക്രോമസോമിനകത്തിരിക്കുന്ന ജീനുകളുടെ പൊസിഷൻ കൃത്യമാർന്ന രീതിയിൽ കണ്ടുപിടിക്കാനായിട്ട് ആര് ശ്രമിച്ചു? നമ്മുടെ ആൽഫ്രഡ് സ്റ്റഡ്വെൻറ്റ് ശ്രമിച്ചു. നമ്മുടെ മോർഗൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു ആൽഫ്രഡ് സ്റ്റഡ്വെൻറ്റ്. അപ്പോൾ മോർഗൻ പറഞ്ഞ കഥകളെയൊക്കെ ബേസ് ചെയ്തിട്ട്, മോർഗൻ ഇപ്പോൾ ലിങ്കേജ് റീകോമ്പിനേഷനെ കുറിച്ചൊക്കെ കഥകൾ പറഞ്ഞില്ലേ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഈ പറയുന്ന ജീനുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിനെ കുറിച്ചൊക്കെ അദ്ദേഹം എന്താണ് നോക്കാൻ തുടങ്ങി. ഡിസ്റ്റൻസ് എത്രത്തോളം ഉണ്ടെന്നൊക്കെ പഠിക്കാൻ തുടങ്ങി. അതായത് അതിൻ്റെ ഫലമായിട്ട് ഒരു പൊസിഷൻ കണ്ടുപിടിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. ഇതിനാണ് നമ്മൾ ജീൻ മാപ്പിംഗ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ റീകോമ്പിനേഷൻ ഫ്രീക്വൻസീസിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ഒരു ഡിസ്റ്റൻസ് ഒക്കെ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, അപ്പോൾ ഇയാൾ ജീൻ മാപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. ആരാണ്? ആൽഫ്രഡ് സ്റ്റഡ്വെൻറ്റ് ജീൻ മാപ്പിംഗ് നടത്തി എന്ന് പറഞ്ഞു. അപ്പോൾ ജനറ്റിക് മാപ്പ് ആൽഫ്രഡ് സ്റ്റഡ്വെൻറ്റ് കൊണ്ടുവന്ന ഈ ഒരു ജീൻ മാപ്പിങ്ങിനെ എന്തിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തു എന്നറിയോ? ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് പറയുന്ന മെഗാ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തു. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് നമ്മൾ പഠിക്കുന്ന ഒരു കേസാണ് അല്ലേ. അപ്പോൾ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നമ്മുടെ ജീനോമിനെ കുറിച്ച് ടോട്ടലി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വർഷങ്ങൾ എടുത്തുകൊണ്ട് നടത്തിയ ഒരു പ്രോജക്റ്റാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. അപ്പോൾ ഈ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൽ യൂസ് ചെയ്തൊരു മെത്തേഡ് കൂടിയാണ് കേട്ടോ ജനറ്റിക് മാപ്പിംഗ് എന്ന് പറയാം. അപ്പോൾ ഈ ജീൻ മാപ്പിംഗ് നടത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജീൻ മാപ്പിങ്ങിനെ കുറിച്ച് പഠിച്ച ആളാരാണ്? ഈ ആൽഫ്രഡ് സ്റ്റഡ്വെൻറ്റ് ആണ്. ഈ ആൽഫ്രഡ് സ്റ്റഡ്വെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മോർഗൻ്റെ സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ മോർഗനുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പഠിച്ച കോൺസെപ്റ്റ്സ് ആണ് ലിങ്കേജ്, റീകോമ്പിനേഷൻ. അതിൽ നിന്ന് തന്നെ ഉരുത്തിരിഞ്ഞ് വന്നതാണ് നമ്മുടെ ആൽഫ്രഡ് സ്റ്റഡ്വെൻറ്റിൻ്റെ ജീൻ മാപ്പിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഈ ജീൻ മാപ്പിംഗ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്? ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തു. ക്ലിയർ ആണേ? അപ്പോൾ മക്കളെ, നിങ്ങളൊന്ന് ചിന്തിക്കുക, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ വലിയൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ. ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് സട്ടൺ ആൻഡ് ബോവറി ആണ് പറഞ്ഞെങ്കിൽ കൂടിയും അതിനെ തെളിയിച്ച ആളാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ മോർഗൻ അല്ലേ. മോർഗൻ അതെങ്ങനെ തെളിയിച്ചു എന്ന് നമ്മൾ പറഞ്ഞു.
അതിനോടൊപ്പം തന്നെ അത് കുറേ ക്രോസുകൾ നമ്മൾ ചെയ്ത് നോക്കി. ലിങ്കേജ് എന്താണ്, റീകോമ്പിനേഷൻ എന്താണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ആൽഫ്രഡ് സ്റ്റഡ്വെൻറ്റിൻ്റെ ജീൻ മാപ്പിങ്ങിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി അല്ലേ. അപ്പോൾ ഇത്രയും കണ്ടൻറ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഡൗട്ട് വരാം. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ ഒരുപാട് ഡൗട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയും കൂടിയാണ്. അപ്പോൾ നന്നായിട്ട് ഇത് സ്പീഡിലിട്ട് നിങ്ങൾ കാണരുത്. ഇത് നന്നായിട്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിരുന്ന് മനസ്സിലാക്കിയെടുക്കുക. സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കുക. TPP ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് നോക്കുക. NCERT ടെക്സ്റ്റ് വായിക്കുക. ഓക്കെ, അപ്പോൾ മക്കളെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ദെൻ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.